റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ക്രൈസ്തവ ലോകം കണ്ട് അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരനാണ് പൗലോസ്ലീഹ. ഏതാണ്ട് 14 പുസ്തകങ്ങളാണ് ഈ മഹാരഥൻ്റെ കൈപ്പടയിലൂടെ ക്രൈസ്തവ ലോകത്തിന് ലഭ്യമായിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് ലേഖനം എഴുതാനുള്ള ഒത്തിരി കാരണങ്ങൾക്കകത്ത് ഒരു കാരണം സഭകൾക്കകത്ത് വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന ഈ ചേരിതിരിവാണ്. ഉയർന്നവനും താണവനും, പണമുള്ളവനും പണമില്ലാത്തവനും, ജാതിയും ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും എന്നുള്ള ഒരു നിലപാടിലേക്ക് സഭകൾ വഴിമാറിയപ്പോൾ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള അറിവ് സമ്മാനിക്കാനാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ റോമാ സഭ എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു സഭയാണ്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിത്വം വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ വേരോട്ടത്തിന് വളരെ തടസ്സം സൃഷ്ടിക്കുകയും അനേക ക്രൈസ്തവ മക്കളെ കൊന്നൊടുക്കിയ പ്രബലമായിരുന്ന ഒരു രാജ്യമാണ് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത് കൈസറുമാരാണ്. കൈസറുമാരെന്ന് പറയുന്നത് അവരുടെ സ്ഥാനനാമങ്ങളാണ്. നമുക്കറിയാം, ഈ ഫറവോൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് സ്ഥാനനാമമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് സ്ഥാനമാണ്. ഇന്ന് പിണറായി ആണെങ്കിൽ നാളെ വേറൊരാളാകാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ കൈസർ എന്ന് പറയുന്നത് സ്ഥാനനാമമാണ്. അന്ന് ഏറ്റവും കൂടുതൽ ആരാധനയുടെ പരിവേഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചക്രവർത്തിയായിട്ട് മാത്രമല്ല, ദൈവം കൂടെ ആയി അവരോധിക്കപ്പെട്ട വിശേഷണത്തിലാണ് അന്നത്തെ കൈസറുമാർ നിലകൊണ്ടത്. അന്ന് ഏറ്റവും ഉയർന്നു നിന്ന നാമമാണ് കൈസർ. അന്ന് ഏറ്റവും തരം താഴ്ത്തപ്പെട്ട നാമമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമുക്കറിയാം, നാണയത്തുട്ടുകൾക്കകത്ത് പോലും കൈസറിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നൊരു കാലഘട്ടമാണ്. ഞാൻ 2009 മുതൽ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വരുന്ന ഒരാളാണ്. തമിഴ്നാട്ടിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, പല വീടുകളിൽ ഞാൻ വിശ്രമിച്ചിട്ടുണ്ട്. ശ്രീമതി ജയലളിത ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയുള്ള ഗ്ലാസിനകത്ത് ശ്രീമതി ജയലളിതയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഒരു TV കൊടുത്താലും അതിനകത്ത് ആരുടെ ഫോട്ടോയുണ്ട്? ജയലളിതയുടെ ഫോട്ടോയുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഞാൻ പറഞ്ഞു വരുന്നത്, നാണയത്തുട്ടുകൾക്കകത്ത് പോലും കൈസറിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ ഒരാൾക്കൊരു കത്ത് എഴുതുന്ന നിലയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ എഴുതുന്ന വ്യക്തിയുടെ പേര് പറയാൻ പറ്റത്തില്ല. ആ കത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതേണ്ടത് കൈസറിൻ്റെ നാമത്തിൽ എഴുതുന്നു പറഞ്ഞ് വേണം എഴുതി തുടങ്ങാൻ. അങ്ങനെ എന്തുകൊണ്ട് ഉയർന്നു നിന്ന നാമമാണ് കൈസർ. അതിനെ കർത്താവായി വിളിക്കണമെന്നുള്ള ഉന്നതമായ പ്രഖ്യാപനം. അന്ന് ഏറ്റവും തരം താഴ്ത്തപ്പെട്ട നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. ആരെങ്കിലും ഉറക്കെ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തലയ്ക്ക് മുകളിൽ ജീവൻ കാണുകയില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർവ്വകാല പ്രവാചകനായിരിക്കുന്ന നെഹെസ്കേൽ ഒരു പ്രവചനം പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും പര്യാപ്തമായിരിക്കുന്ന കരുത്തുറ്റൊരു പ്രവചനം. അത് മറ്റൊന്നുമല്ല, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ തന്നെ ഇരിക്കത്തില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന് കൈസറെ എന്ന് വിളിച്ചാൽ ഓടി വരുന്ന വീട്ടിൽ അച്ചായനല്ല, 4 കാലും വാലും ഉള്ള ജന്തുവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഉയർന്നു നിന്ന് നാമത്തെ സ്വർഗം താഴ്ത്തി കെട്ടിയിട്ട് വീടിന്റെ ഭിത്തിക്ക് എഴുതി വെച്ചു, ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ഇതൊരു പ്രവചന ദൂതാണ്. തിരുവനന്തപുരം ജില്ലയുടെ മണ്ണിൽ ഏതൊക്കെ നാമങ്ങൾ ഉയർന്നു നിന്നാലും ആസന്ന ഭാവിയിൽ എല്ലാ അധരത്തിനകത്തു നിന്നും ഒരു നാമം ഉയരാൻ പോകുന്നു, യേശു മാത്രം കർത്താവ്. ഇത് പറഞ്ഞത് പൗലോസാണ്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ മുഴങ്കാലും അവന്റെ നാമത്തിൽ മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപാടും യേശു മാത്രം കർത്താവെന്ന്. ഈ രാത്രി അവന്റെ രക്ഷ പ്രാപിച്ച, അവന്റെ വിടുതൽ പ്രാപിച്ച, അവന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ പറ, യേശുവല്ലാതെ ആരാധിക്കാൻ വേറൊരു ദൈവമില്ല, യേശുവല്ലാതെ ഒരു മധ്യസ്ഥനില്ല, യേശുവല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരനില്ല. നമ്മുടെ ആത്മമണവാളൻ ഇന്ന് രാത്രിയിലും തന്റെ സാന്നിധ്യം കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. തന്റെ അടുത്തോട് പറ, എത്ര കർത്തൃത്വങ്ങൾ, എത്ര വാഴ്ചകൾ എന്റെ കുടുംബത്തിനോ എന്റെ സഭയ്ക്കെതിരെയോ എന്റെ ദേശത്ത് വ്യാപരിച്ചാലും ആസന്ന ഭാവിയിൽ എല്ലാ തരത്തിനകത്ത് ഉയരാൻ പോകുന്നു. യേശു മാത്രം കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരുപറ്റം ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതിൽ വളരെ അജണ്ടകൾ പാസ്സാക്കിയ കൈസറുമാർ, ഡൊമീഷ്യൻ ചക്രവർത്തി, നീറോ ചക്രവർത്തി, ടൈറ്റസ് എന്ന് പറയുന്ന 3 പ്രബല സാമ്രാട്ടുകളാണ് ക്രിസ്ത്യാനികളെ വളരെ കൊന്നൊടുക്കിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ രക്തം വീണ ആ മണ്ണ് ഇന്ന് ക്രൈസ്തവ സഭയുടെ റോമിൻ്റെ തലസ്ഥാനമാക്കി ദൈവം മാറ്റിയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ അറിയണം, നമ്മുടെ വിയർപ്പോ രക്തമോ എവിടെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്, അതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യോഗത്തിന് കടന്നു വരുമ്പോൾ നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ, നിന്റെ വിയർപ്പിന് മറുപടി തരാൻ, നിന്റെ രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് രാത്രിയിലും ഈ യോഗത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. കരമടിച്ചിട്ട് പറ, അവരാർക്കും കടക്കാർ
സ്തോത്രം. ഒരിക്കലും ക്രിസ്ത്യാനിത്വം വളരില്ലെന്ന് പറഞ്ഞ് അജണ്ട പാസാക്കിയ ആ റോമാ സഭക്കാരുടെ തലസ്ഥാനമാക്കി ദൈവം മാറ്റിയെങ്കിൽ ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 പേർ ഉയർന്നെന്ന് പറഞ്ഞാൽ ആരൊക്കെ പാടിയാലും 10 പടി പടർന്നു പാടാനുള്ള അനുഭവം നമുക്കുണ്ട്. സ്തോത്രം. അത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ആവേശത്തോട് പറയാറുണ്ട്. ഈ അനീഷ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ് ഈ ഉള്ളവനെ ഇന്ന് രാത്രി വെട്ടിക്കൊന്ന നാളെ അനീഷ് കൊല്ലം പ്രസംഗിക്കാൻ വരും. സ്തോത്രമില്ല. അനീഷ് കൊല്ലത്തെ കൊന്നാൽ അനീഷ് കാവാലം പ്രസംഗിക്കാൻ വരും. സ്തോത്രം. അനീഷ് കാവാലത്തെ കൊന്നാൽ അനീഷ് ഏലപ്പാറ പ്രസംഗിക്കാൻ വരും. ഇനി ആ പുള്ളിയെ കൊന്നാൽ അനീഷ് റാന്നി പ്രസംഗിക്കാൻ വരും. അനീഷ് റാന്നിയെ കൊന്നാൽ അനീഷ് ഉലകന്നാൻ പ്രസംഗിക്കാൻ വരും. ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷകന് മരണമുണ്ട്, പക്ഷേ സുവിശേഷത്തിന് മരണമില്ല. ഈ രാത്രിയിലും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്നോട് പറഞ്ഞ പ്രവാചകൻ, ദൂത് പറഞ്ഞ പ്രവാചകൻ മരിച്ചാലും നിന്നോട് പറഞ്ഞ ദൂതിന് മരണമില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ മരിച്ചാലും ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് മരണമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുക ഈ റോമിലൊരു സഭയുണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സഭ വളരുന്നതും ഒരു കുടുംബം വളരുന്നതും ഒരു വ്യക്തി വളരുന്നതും പ്രതിസന്ധിക്കകത്താണ്. ഇവിടെ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടുമൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവസാന്നിധ്യം ആഴത്തിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതികൂലത്തിന് നടുവിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രതികൂലത്തെ കണ്ട് കുറ്റം പറയരുത്, സാഹചര്യത്തെ കണ്ട് ദൈവത്തെ വിമർശിക്കരുത്. പത്മോസിന്റെ തടവറയിലേക്ക് നാടുകടത്തിയ യോഹന്നാൻ എന്നും എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ആവേശമാണ്. ഈ പത്മോസിലേക്ക് നാടുകടത്തുമ്പോൾ അദ്ദേഹം വിമർശിച്ചത് ദൈവത്തെയോ ഡൊമീഷനെ അല്ല. പത്മോസിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുക, എന്നെ ഡൊമീഷൻ ഇങ്ങോട്ട് നാടുകടത്തിയതല്ല. 1:9-10 പറയുന്നു, ഞാൻ ഇവിടെ വന്നത് യേശുവിന്റെ വചനവും അവന്റെ സാക്ഷ്യവും നിമിത്തമാണ്. സാഹചര്യത്തെ പഴിചാരാതെ അവിടെ ദൈവത്തെ ഉയർത്തി നിർത്തിയാൽ ഏത് പത്മോസിനെയും സ്വർഗമാക്കി മാറ്റാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കരമടിച്ചിട്ട് പറ, എന്റെ സാഹചര്യം ഒരു ദുരന്തമല്ല. സ്തോത്രം. വന്നു കയറിയ കുടുംബ പശ്ചാത്തലത്തിന്റെ കുറ്റങ്ങളോ അമ്മായിയമ്മയുടേതായിരിക്കുന്ന കുറവുകളോ ഭർത്താവിന്റെ കുറ്റങ്ങളോ പറഞ്ഞ് നാളുകൾ തള്ളി നീക്കാതെ, വന്ന കുടുംബത്തിന്റെ വിമർശനങ്ങൾ ഉന്നയിക്കാതെ സാഹചര്യത്തിനകത്ത് ദൈവത്തെ ഉയർത്തി നിർത്തിയാൽ ഏത് സാഹചര്യത്തെ സ്വർഗമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിടുതലുകൾ താമസിക്കുമ്പോൾ, മറുപടികൾ താമസിക്കുമ്പോൾ, രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ, കടക്കണികൾ വർദ്ധിക്കുമ്പോൾ അവിടെ ദൈവത്തെ താഴ്ത്തിക്കെട്ടാതെ അവിടെ ദൈവത്തെ ഉയർത്തി നിർത്തിയാൽ നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ആരാധിച്ച ദൈവമാരാണ് വെളിപ്പെടുത്താൻ ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ കാരമടിച്ചു സ്വത്രം പറയാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മാർഗനിർദ്ദേശം, ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങളെ പഴിചാരരുത്. പ്രിയമുള്ളവരെ, ദൈവം അറിയാതല്ല നിനക്ക് ഈ ഭർത്താവിന് ദൈവം നൽകിയത്. സ്വത്രം പറഞ്ഞില്ല. പാഷക്ക് അങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെ സഹിക്കുന്ന എന്നെ വേണം സമ്മതിക്കാൻ. ദൈവം അറിയാതല്ല ഈ ഭാര്യ ദൈവം നിനക്ക് തന്നത്. ദൈവം അറിയാതല്ലേ കുടുംബ പശ്ചാത്തലം ദൈവം നിനക്ക് തന്നത്. ദൈവം അറിയാതല്ലേ മാതാപിതാക്കളെ നിനക്ക് തന്നത്. പരിധികളും പരിമിതികളും വർദ്ധിക്കുമ്പോൾ അതിനെ കുറ്റം പറയാതെ അവിടെ ദൈവത്തെ ഉയർത്തി നിർത്തിയാൽ നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവം ശക്തനാണ്. സ്തോത്രം. മിസ്രൈമിലേക്ക് നാട് കടത്തി ഉന്നതമായിരിക്കുന്ന ശ്രേണിയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന യോസേഫിനെ നമുക്കറിയാം. ഒരിക്കൽ ആളറിയാതെ സഹോദരന്മാരെല്ലാം കൂടെ അവനെ മുമ്പിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരു വേള യോസേഫ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ പ്രാണൻ നശിച്ചു പോകുന്നൊരു ചിന്തയെത്തിയപ്പോൾ യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെന്നെ വിറ്റതല്ല, നിങ്ങളെന്നെ തള്ളിക്കളഞ്ഞതല്ല, നിങ്ങൾക്ക് മുൻപേ സ്വർഗം എന്നെ ഇങ്ങോട്ട് അയച്ചതാ. നിന്റെ ഏത് സാഹചര്യത്തിനകത്തും എൻ്റെ കർത്താവിനെ ഉയർത്തി നിർത്തിയാൽ നീ പ്രതീക്ഷിക്കാത്ത ഉന്നമനങ്ങൾ ഉയർച്ചകളും നൽകി മാനിക്കാൻ കഴിയുന്നവൻ ഇന്നലെയുടെ ബൈബിൾ ചരിത്രത്തിൽ മാത്രമല്ല ഈ രാത്രിയിലും നിന്റെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് അവൻ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി സ്വത്രം പറയൂ? സാഹചര്യങ്ങളെ പഴിചാരാതെ അവിടെ ദൈവത്തെ ഉയർത്തി നിർത്തുക. സ്തോത്രം. അപ്പോൾ ഇത്രയും വെല്ലുവിളികളും ഇത്രയും അഭിഷക്തന്മാരെ കൊന്ന ഈ മണ്ണിൽ ഒരു സഭ എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ അറിയണം, നമ്മുടെ വളർച്ചയുടെ മണ്ണ് പ്രതികൂലമാണ്, അനുകൂലമല്ല. നമ്മുടെ ആത്മീക വരങ്ങളും ആത്മീക കൃപകളും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ആരാധിക്കാൻ പഠിപ്പിച്ചതും സമൃദ്ധിയുടെ പട്ടുമത്തയല്ല, ജീവിതത്തിൻ്റെ പരുപരുത്ത സാഹചര്യങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സഭയ്ക്കകത്ത് ഇങ്ങനെ ആരാധനകളും തകൃതിയായി വർദ്ധിച്ചു വരുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് യഹൂദന്മാരും ജാതികളും തമ്മിലൊരു ചേരിതിരിവുണ്ടായി. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ പകൽ ഞാൻ പറഞ്ഞ പോലെ ഇവർ അഭിമാനികളാണ്. കാരണം ഇവർക്കാണ് ദൈവം ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രമാണം നൽകിയ പ്രപഞ്ചത്തിലെ ഏക ജനതയുണ്ടെങ്കിൽ അത് യഹൂദ ജാതിയാണ്. അതിൻ്റെ സ്വകാര്യമായിരിക്കുന്ന
എന്നൊരു അഹങ്കാരം അവർക്കുള്ളത് കൊണ്ട് ജാതികളെ നരകത്തിൻ്റെ വിറകൊള്ളികളായി ഇവർ പരിഗണിച്ചപ്പോൾ ഈ പുസ്തകം അങ്ങനെയുള്ള ഉന്നമനങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് പൗലോസ് ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജാതീയ ലോകത്തോട് പൗലോസ് പറഞ്ഞു, ജാതീയ ലോകം മുഴുവനും പാപികളാണ്. അപ്പം സ്വാഭാവികമായിട്ടും യഹൂദൻ്റെ ഒരു ചിരിയുണ്ടായി. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ യഹൂദനെ വിടാതെ യഹൂദനോട് പറഞ്ഞു, ജാതി മാത്രമല്ല നീയും പാപിയാണ്. ഇതിനെല്ലാം കൂടെ സംക്ഷേപിച്ച് ഒരു ക്യാപ്സൂൾ ഒരു 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഈ പാപമുണ്ട് പാപിയുണ്ടെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ അല്പത്തരം കൊണ്ടാണ് നമ്മൾ ഈ പാപികളെന്ന് ആൾക്കാരെ അഭിസംബോധന എന്നാണ് ചിലർ കരുതുന്നത്. ഉപദേശിമാരെ നിരക്ഷര കുക്ഷികളായും വിദ്യാഭ്യാസം ഇല്ലാത്തവരായും കഴിവില്ലാത്തവരൊക്കെ പരിഗണിക്കുന്ന ഒരു ലോകത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ പറയുന്നത് പാപം ഒരു പഴഞ്ചൻ ആശയമാണ്. ഇപ്പോൾ ചൊവ്വ വെള്ളം കണ്ടെത്തിയെന്നാണ് ശാസ്ത്രം പറയുന്നത്. മാത്രമല്ല ചന്ദ്രൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നാസക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, പൈസയോടെ മേടിച്ചോണം. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലത്ത് ഈ പാപമെന്ന് പറയുന്ന ഒരു പഴഞ്ചൻ ആശയമായിട്ട് പരിഗണിക്കുന്നവരുണ്ട്. നിങ്ങൾ എന്തോ പറയുന്നു? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പാപം ഒരു പഴഞ്ചൻ ആശയമല്ല, പാപത്തിന് ഇന്നും അതിൻ്റെ സ്വാധീനതയുണ്ട്. എന്തിനാ ഈ കസേര രണ്ടായിട്ടിട്ടേക്കുന്നത്? സഹോദരന്മാരെ അവിടെ ഇരുത്തേക്കുന്നത്, ഇപ്പുറത്ത് ഇരുത്താൻ പറ്റാത്ത എന്താ? ഇരുത്താൻ കൊള്ളുകയില്ല, അതുകൊണ്ടാണ്. സ്വതന്ത്രമില്ല. ബസ്സേ കയറിയ പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിക്കരുത്. കാരണം എന്നാ? ഇരുത്താൻ കൊള്ളുകയല്ല. സ്തോത്രം. അപ്പോൾ പാപം പാപി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ ആശയം നമുക്ക് അങ്ങോട്ട് പറയാം. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏത് കടയിൽ ചെന്നാലും ഒരു ബോർഡ് കാണാനോ ദയവായി കടം ചോദിക്കരുത്. ഇപ്പോൾ ബോർഡ് കാണുന്നില്ല, അത്യാവശ്യം എല്ലാവർക്കും ഇച്ചിരി പൈസയായി. അതിൻ്റെ സ്ഥാനത്ത് തത്തുല്യമായിട്ട് മറ്റൊരു ബോർഡ് സാധനം പിടിച്ചു. കയറി ചെല്ലുന്നത് മുതൽ ആ കടയുടെ അങ്ങേ അഗ്രത്തി വരെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തില്ല. കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഇത്രയും പേരുണ്ടല്ലോ. സ്വതന്ത്രം. ഇത് അരിക്കടയിലും തുണിക്കടയിലും ഇങ്ങേറ്റ ശവപ്പെട്ടിക്കട വരെ ക്യാമറയുണ്ട്. ഞാൻ ഈ ശവപ്പെട്ടിക്കട ഞാനോട് ചോദിച്ചു, ഇവിടെ ആരെയും നിരീക്ഷിക്കാനാ? ഞങ്ങൾ ഈ പെന്തക്കോസുകാരൻ ഞങ്ങളുടെ ഇടവകൻ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ 90 സങ്കീർത്തനം 90 പ്രാവശ്യം വായിക്കും. സമയമാരത്തുള്ള പാട്ട് സമയം പോകുന്നവരെ പാടും. ഇത്രയും പാട്ടും പ്രസംഗവും പ്രാർത്ഥനയുണ്ടെങ്കിലും ദയവ് ഞങ്ങൾ ശവപ്പെട്ടിക്കട വരുമ്പോൾ അങ്ങോട്ട് നോക്കാതെ നേരെ നോക്കി വിക്ടറി കാൽവറി ഗ്ലോറി എന്ന് പറഞ്ഞ് പോകുന്നവരാ. ഞാൻ ചോദിച്ചു, ഇവിടെ ആരെയും നിരീക്ഷിക്കാൻ? അപ്പോൾ പുള്ളി പറയുക, ഈ ശവപ്പെട്ടിക്കടിക്കുന്ന ആണി കാണാനൊരു ചന്തമുണ്ട്, ഒന്നും അടിച്ചു മാറ്റാനില്ലാത്ത നമ്മളവിടെ ചെന്ന് അതിന് ആണി ഊരിക്കൊണ്ട് പോകുന്നവനറിയാം. അതുകൊണ്ട് ശവപ്പെട്ടിക്കട ക്യാമറ. പാപിയുണ്ടോ? SBT ബാങ്കിൽ ചെല്ലും, ഇതുപോലൊരു ടേബിള് നമുക്ക് വെച്ചിരിക്കുന്ന ഫോം ഒന്ന് കയറിയത് 3 എണ്ണം കൂടെ. ആ കീറിയത് ആരും കാണാതെ പോക്കറ്റ് ഇട്ട് നമ്മുടെ ഫോമിൽ എഴുതി തുടങ്ങി. അക്കൗണ്ട് നമ്പർ, ഡേറ്റ്, പേര്. നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ പേനയെ പുറകിൽ നിന്ന് ആരോ വലിക്കുന്നു. രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ ചമ്മിപ്പോയി. 2 രൂപയുടെ പേന 1 രൂപയുടെ നൂലിനകത്ത് കെട്ടിവെച്ചിരിക്കുന്നു. വല്ല മനസ്സിലായോ? 2000 എഴുതി സ്ലിപ്പ് കൊണ്ട് കൗണ്ടറിൽ കൊടുത്തപ്പോൾ എന്നെയും നിന്നെയും അവിടുത്തെ സാറുമാർക്ക് യാതൊരു വിശ്വാസക്കുറവ് ഉണ്ടായില്ല. പക്ഷെ എഴുതിക്കഴിഞ്ഞ് ഈ പേന നീ പോക്കറ്റ് വെച്ചുകൊണ്ട് പോകുന്ന അവർക്കറിയാം. ഒരു പേനായിക്ക് പോലും ഈ നാട്ടുകാർക്ക് നമ്മെ വിശ്വാസമില്ല. പാപമുണ്ട്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, 10 വർഷം കൊണ്ട് കോട്ടയത്ത് താമസിക്കുന്നു. ഇതുപോലെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ പ്രസംഗം കഴിഞ്ഞ് 1 മണിക്ക് 2 മണിക്കും ഒക്കെ ഞാൻ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് വണ്ടി എടുത്ത് വീട് ലക്ഷ്യമാക്കി പോകുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 5-ൽ പരം പ്രാവശ്യം കോട്ടയം പോലീസിൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചിട്ടുണ്ട്. എന്നോട് ചെവിടെ പോയാൽ ഞാൻ പറഞ്ഞു, സാറേ ഉപദേശിയാണ്, പ്രസംഗിച്ചേച്ച് വരിക. അവരെന്നോട് പറഞ്ഞേട്ടോ ഊതിയേച്ച് പോയാൽ മതി എന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മദ്യപിക്കത്തില്ല, ഇന്ന് രാത്രിയിൽ ഞാൻ കുടിക്കല്ലെന്ന് പ്രസംഗിച്ചേച്ച് വരിക. അപ്പോൾ ആ സാർ എന്നോട്, എൻ്റെ പൊന്നു ഉപദേശി, തിരുമേനി സ്വാമിയും കുടിച്ചേച്ച് പോന്ന് പിന്നാണ് ഉപദേശിന്ന് 5 പ്രാവശ്യം ഊതിച്ചേച്ചാ വിട്ടത്. പാപമുണ്ടോ? ഒരു ദിവസം ഭർത്താവ് ഒരു പാഴ്സലുമായിട്ട് വന്നു. ഭാര്യ ചോദിച്ചത്, എന്നാ? ഇതൊരു ക്യാമറയോ? ഇന്നലെ ഞാൻ നിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ നിൻ്റെ മൊബൈൽ ബിസി ആയിരുന്നു. ആരാടിയും ചോദിച്ചോ? പറഞ്ഞ ഐഡിയക്കാരാണ്. പുള്ളി ചോദിച്ചു, ഐഡിയക്കാരാടി നിൻ്റെ അമ്മായിയപ്പനാണെന്നൊന്നും പറഞ്ഞ് അന്ന് ക്യാമറയും കൊണ്ടാണ് വന്നത്. സ്തോത്രം. വീടുകളും വീഥികളുമൊക്കെ നിരീക്ഷണത്തിൻ്റെ പാതയിൽ. ഇതെല്ലാം വെളിപ്പെടുത്തുന്ന സത്യം, സാഹചര്യങ്ങൾ അനുവദനീയമായി വന്നാൽ ഏതു മനുഷ്യനും പാപിയായി മാറും. ഈ സംവിധാനങ്ങൾ വരുന്നതിന് വർഷങ്ങൾക്ക് പുറകിൽ ബൈബിൾ എഴുതി വെച്ചു, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ എന്നാ? നമ്മുടെ പാപത്തെ പരിഹരിക്കുന്ന ഒരുത്തൻ ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ട്. ഈ രാത്രി ഇതിനകത്ത് ആരെങ്കിലും അങ്ങനെ ഒരു സംഘർഷത്തോടെ എൻ്റെ കുറ്റങ്ങൾ തെളിവായി വരുമെന്നും എനിക്ക് കൃപ പ്രാപിക്കാൻ പറ്റത്തില്ലെന്നും എനിക്കൊരു നന്മയുണ്ടാകത്തില്ലെന്നും രക്ഷപ്പെടാൻ പറ്റാത്ത പാപത്തിൻ്റെ വശീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ സമരമുഖങ്ങൾക്കകത്ത് എന്നെ വെല്ലുവിളിക്കുന്ന ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഈ രാത്രി ഞാൻ ഉറപ്പു തരാം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ ഇന്ന് രാത്രിയിലൂടെ വെളിപ്പെട്ടു വരികയാ. സ്വതന്ത്രം. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടാത്ത ഗോപാലനും ഭാസ്കരനും വേണ്ടി മാത്രമല്ല യേശുവിൻ്റെ രക്തം.
രക്ഷിക്കപ്പെട്ട നീയും തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് 2023 പരം വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു വറ്റിപ്പോയ, ചേതനയില്ലാത്ത, സജീവത്വമില്ലാത്ത ഒരു രക്തമല്ല യേശുവിന്റെ രക്തം. വെളിപ്പാടുകാരൻ പറയുന്നു, അറുക്കപ്പെട്ടത് പോലെ നിൽക്കുന്ന കുഞ്ഞാട്. എന്തിനു വേണ്ടിയാണ് അറുക്കപ്പെട്ടത് പോലെ? ഇന്ന് രാത്രിയിൽ ഓടിച്ചെന്നാൽ ആ രക്തം നിന്നെ കഴുകാൻ തയ്യാറാ. സ്തോത്രം. ഈ അനീഷ് എന്ന് പറഞ്ഞ ഈ ഉള്ള ഇവിടെ നിൽക്കുന്ന വിശുദ്ധിയുടെ കൂടുതലുണ്ടെന്നും അല്ല, എന്നെ ദിനംപ്രതി കഴുകുന്ന ഒരു രക്തം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുകൊണ്ടാ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്ന സംഘർഷങ്ങൾ വലിച്ചെറിയുക, കുറ്റബോധങ്ങൾ വലിച്ചെറിയുക. നിന്നെ കഴുകുന്ന ഒരു യേശുവുണ്ട്. നീ ഒരു തെറ്റ് ചെയ്താൽ ഒരുപക്ഷെ നിന്റെ സഭയ്ക്കകത്ത് ഇതിന് സാക്ഷ്യം മുടക്കാൻ സാധ്യതയുണ്ട്. നീ ഒരു പാപം ചെയ്താൽ അത് പാസ്റ്ററോ സഭ അറിഞ്ഞാൽ സഭയൊന്ന് മുടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പാസ്റ്റർ മുടക്കിയാലും സഭ മുടക്കിയാലും നിന്നെ കഴുകുന്ന ഒരു രക്തം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവന്റെ രക്തത്തെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിനോട് പറ, ഇന്ന് രാത്രിയിൽ എൻ്റെ പാപ സ്വഭാവത്തിന്റെ മേൽ, എൻ്റെ വൈകൃതങ്ങളുടെ മേൽ ആ രക്തമെന്ന് വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. അപ്പൊ പാപികൾ എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരെയും തള്ളിക്കളയാതെ 2, 3, 4 അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പാപികളാണെ പോലും നിങ്ങളെ നീതീകരിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ മഹത്വം എന്താണ് നീതീകരണം? കുറ്റമില്ലാത്തൊരു വ്യക്തിയെ കുറ്റമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം. നാട്ടുകാർ മൊത്തം നീ പാപിയാണെന്ന് വിധി എഴുതിയാലും ദൈവസ്ഥലിൽ ഏറ്റു പറഞ്ഞാൽ നിന്നെ കഴുകി നിന്നെ നീതീകരിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രിനകത്ത് വന്നിട്ടുണ്ട്. തൻ്റെ ഇടത്തോട് പറ, ആ നീതീകരണം ഇന്ന് രാത്രിയിലും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അപ്പോൾ 2, 3, 4, 5 അധ്യായം പൗലോസ് പറയുന്നത് സഭയ്ക്കൊരു നീതീകരണമുണ്ട്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവനോട് 6, 7 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അവിടെ കൊണ്ട് തീർന്നില്ല, സഭയ്ക്കൊരു വിശുദ്ധീകരണമുണ്ട്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനും 8, 9 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് പറഞ്ഞു, നമുക്കൊരു മഹത്വീകരണമുണ്ട്. ആമേൻ. 2 മുതൽ 5 വരെ ജസ്റ്റിഫിക്കേഷൻ, 5 മാറും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സാന്റിഫിക്കേഷൻ. 8-ാം അധ്യായത്തിൽ നമുക്കൊരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ പ്രത്യാശയത, നമ്മുടെ ക്ഷയവും മാലിന്യവും എല്ലാം മാറും. നമ്മുടെ ഈ ദ്രവത്വമുള്ളത് മാറും. നമ്മുടെ ഈ മർത്യമായത് മാറും. നമുക്കൊരു തേജസ്സ് ദൈവം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം നിത്യ തേജസ്സിന്റെ ഘനം കിട്ടുവാൻ ഹേതുവാകയാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകാതെ വേഗം വരിക. പക്ഷേ ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴും 9-ന്റെ 1-ലും 10-ന്റെ 1-ലും വരുമ്പോൾ പൗലോസിൽ നമുക്ക് കരയുന്നൊരു ഹൃദയത്തെ കാണാം. 9-ന്റെ 1, 10-ന്റെ 1 ഒന്ന് വേഗം വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. 10-ന്റെ 1, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പൗലോസിന്റെ ഉള്ളിൽ ഒരു ഹൃദയ വാഞ്ചയും ഒരു ആത്മഭാരവും ഭരിക്കപ്പെടുകയാണ്. കാരണം എന്നാ? യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തം ജാതി എന്നും അവനൊരു വികാരമാണ്. ഏത് വില കൊടുത്തും അവനെ രക്ഷിക്കാൻ അവൻ തൻ്റെ ഇടമുള്ളവനാ. അതാ പകലിൽ നമ്മൾ കേട്ടത്, മോശ മിസ്രൈമിനെ അടിച്ച് മണ്ണിൽ പൂഴ്ത്തി. അതിൻ്റെ കാര്യം എന്നാ? എബ്രായ രക്തം അത്ര ശ്രേഷ്ഠകരമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ആ യഹൂദനെ നേടാൻ വേണ്ടി യേശുവിനോട് വേർവിട്ട് ശപിക്കപ്പെടാൻ വരെ ഞാൻ തയ്യാറാണ്. കാരണം എന്നാ? അവർ ജഡപ്രകാരം യഹൂദന്മാരാണെങ്കിലും പരിജ്ഞാനപ്രകാരം യേശുവിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തവരല്ല. അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ വാഞ്ച. ഞാൻ ചോദിക്കുന്നു, നമ്മൾ ഇന്ന് രാത്രി മഹത്വം അറിയുമ്പോൾ, നമ്മൾ തേജസ്സുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ, രക്ഷിക്കപ്പെടാത്ത നമ്മുടെ സ്വന്തക്കാരെക്കുറിച്ചുള്ള നമ്മുടെ വികാരം എന്താണ്? വെള്ളസിംഹാസന ന്യായവിധിക്കകത്ത് നമ്മളെല്ലാം കൂടെ ന്യായാധിപന്മാരെ നയിക്കുമ്പോൾ നമ്മുടെ സ്വന്തക്കാരെയും വിധിക്കേണ്ട ഒരു വിധിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, നമ്മളവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉപ്പാപ്പൻ ചോദിക്കും, എങ്കിലും എൻ്റെ ഗോപാല, നീ ഒരു വാക്കിലൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നരകമുള്ളൊരു കാര്യം, വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത്രയും കുടുംബമുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളൊരു യോഗം ക്രമീകരിക്കണം, ഭാഷ വിളിച്ച്. എന്നിട്ട് രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ സ്വന്തക്കാരെ വിളിച്ച് സുവിശേഷം കേൾപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു യോഗമെങ്കിലും വെച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരെ വചനം കേൾപ്പിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലെ, നമ്മൾ ഈ മഹത്വം അറിഞ്ഞതുപോലെ നശിച്ചു പോകുന്ന നമ്മുടെ സ്വന്തക്കാരും ഈ മഹത്വം അറിയണം. അങ്ങനെ ആത്മഭാരമുള്ളവർ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസിൽ ഉയർന്നു വന്ന വികാരം എന്താ? അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് യഹൂദനും ജാതിയും തമ്മിലൊരു ക്രാഷ് ഉണ്ടായിട്ട് ജാതികൾ യഹൂദനെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ജാതികൾ ഓർത്തു, യഹൂദന്മാരെ ദൈവം അങ്ങ് കൈവിട്ടെന്നൊരു ചിന്ത ജാതികൾക്ക് ഭരിച്ചപ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുന്നു, ഒരു നാളും
ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ 11 ആമേശ്വത്രം താഴോട്ട് 13 വരെ താഴോട്ട് വായിക്കുമ്പോൾ ഈ ജാതികളോട് പറഞ്ഞു, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ ജാതിയായിരിക്കുന്ന നീ ഒരു സത്യം അറിയണം, നിന്നെ കൃപയാൽ കാട്ടൊലിവായ നിന്നെ നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക. ഞെളിയാർ എന്തോ ചെയ്തോണം? ഭയപ്പെട്ടോണം. യഹൂദനെ തള്ളിയതുപോലെ നമ്മെ തള്ളാനും ദൈവത്തിന് മനസ്സിലാകുകയൊന്നുമില്ല. ഭയപ്പെടുക എന്നുള്ളൊരു ഭാവികാല ദൂത് കൈമാറി വരുമ്പോൾ യഹൂദനെ നിലനിർത്തിക്കൊണ്ട് ജാതികളോട് പറഞ്ഞൊരു പ്രസ്താവന നമ്മൾ വായിച്ചത്, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾ പഠിക്കണം, ഇന്നും ലോക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നിലയ്ക്കാത്ത 2 കാര്യങ്ങളുണ്ട്. അതൊന്ന് ദൈവത്തിൻ്റെ സഭയും യഹൂദ ജനതയുമാണ്. ഇന്ന് രാത്രിയിലും അറിയണം, എത്ര ആട്ടി ഓടിക്കപ്പെട്ടിട്ടും, എത്ര നാട് വിട്ടോടിയിട്ടും, എത്ര ആലയങ്ങൾ തകർത്തിട്ടും, എത്ര യഹൂദന്മാരെ ചുട്ടരിച്ചിട്ടില്ല, ഇന്നും അവന്റെ പദ്ധതി തീർന്നിട്ടില്ലെങ്കിൽ യഹൂദനെ തുടച്ചു മാറ്റാനുള്ള ലോക രാജ്യങ്ങളുടെ ശ്രമത്തെ തച്ചുടച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പിനെ ദൈവം വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എത്ര യഹൂദൻ ധാർമ്മികമായോ ആത്മീകമായോ അന്യദൈവ സേവകരായോ അധപ്പതിച്ചു പോയാലും അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയുടെ പ്രസംഗത്തിൻ്റെ വിഷയം അതാണ്, ദൈവം വരുത്തുന്ന ശേഷിപ്പുകൾ എന്നുള്ളതാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ അറിയണം, ഈ രാത്രി ഹോളിൻ്റെ അകത്തളത്തിൽ വളരെ ശീതളമായ അന്തരീക്ഷത്തിലിരുന്ന് ഒരുപക്ഷെ ഉറങ്ങുന്നവർ കാണാം, ആരാധിക്കുന്നവർ കാണാം, ആത്മാവിൽ ആടി പ്രാർത്ഥിക്കുന്നവർ കാണാം. പക്ഷെ ഇന്ന് രാത്രി നീ ഒരു സത്യം അറിയണം, ഈ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാണ് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഞാനും നീയും. അല്ലെന്ന് പറയാൻ പറ്റുമോ? മരിച്ചുപോയ എത്രയോ സുഹൃത്തുക്കളുടെ മരണം വീട്ടിൽ ചെന്ന് അവരുടെ നെഞ്ചിന് റീത്ത് വെച്ച കരങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. മരിച്ചുപോയ എത്രയോ സ്വന്തം ജനങ്ങളുടെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിനക്ക് വേണ്ടി ഒരു അനുശോചനം പറയാൻ, നിന്റെ നെഞ്ചിലെ റീത്ത് വെക്കാൻ ഒരു കരത്തെ ദൈവം ഉപയോഗിച്ചില്ലെങ്കിൽ എഴുതി വെച്ചോ, ഈ കാലഘട്ടത്തിൽ നിന്നെ നിന്റെ കുടുംബത്തെയും എന്റെ ദൈവം ശേഷിപ്പിച്ചടാ. 2023 എത്രയോ കൂട്ടുകാരും മരിച്ചുപോയി, കൂടെ പഠിച്ചവരും കൂടെ ജനിച്ചവരും ഇല്ലാതെ പോയിട്ടും നീ അവസാനിക്കാതിരുന്നതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഈ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവ് എന്നെ ശേഷിപ്പിച്ചതാ. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അനേകർ തകർന്ന മണ്ണിൽ, അനേകർ തകർന്നുകൊണ്ടിരിക്കുന്ന മണ്ണിൽ, അനേകരുടെ ജീവനം തകർന്നു പോയ മണ്ണിൽ എൻ്റെ കർത്താവ് എന്നെ ശേഷിപ്പിച്ചിരിക്കുകയാ. ഞാനീ പറയുന്ന പ്രയോഗം, ഞാനീ പറഞ്ഞ പ്രസ്താവന, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ നിങ്ങൾ നീട്ടി പരത്തി വായിച്ചു വന്നാൽ ബൈബിളിൻ്റെ ഉടനീളം കാണുന്ന ശക്തമായ പ്രഘോഷണമാണ് ശേഷിപ്പ് വരുത്തുന്ന ദൈവം എന്നുള്ളൊരു പ്രയോഗം. ഞാൻ നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ടതിന് ഒരാത്മിക ചിന്ത പറഞ്ഞ് മുന്നോട്ട് പോകാം. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു, അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില, അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞേ. ഓ, തണുത്ത സ്തോത്രമാണല്ലേ, ശക്തിയോടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോണേ, സ്തോത്രം. ഈ പാപത്തോട് അനുരഞ്ജനമില്ലാതെ, പാപത്തിന് കൈ കൊടുക്കാതെ മാറി നിന്ന നോഹയുടെ മേൽ ദൈവം കൃപയുടെ പുതപ്പെട്ടു. നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ഈ പാപികളെ എല്ലാം കൂടെ ഓടിച്ചു വിട്ടല്ല നമ്മുടെ വിശുദ്ധി തെളിയിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആരൊക്കെ എന്നെ വഷളാക്കിയെന്നും അവർ നിമിത്തം ഞാൻ ഇങ്ങനെ ആയിത്തീർന്നെന്ന് പറയാൻ പ്രാർത്ഥിക്കുന്നവന് അവകാശമില്ല. അവർ നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നെന്ന് പ്രാർത്ഥിക്കുന്നവന് പറയാൻ എന്തില്ല? റൈറ്റ് ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ പാപം ചെയ്തതിൻ്റെ കാരണക്കാരൻ പിശാചു അല്ല. നമ്മൾ ഈ കുറ്റം മൊത്തം ആരോപിക്കുന്ന ആരുടെ മേലാണ്? അത് പിശാചെന്ന് പോലെ നേരെയോ പറയത്തില്ല, ശാശം എന്നാണ് പറയുന്നത്. എത്ര പ്രലോഭനങ്ങളും എത്ര പാപം ചെയ്യാനുള്ള ടെൻഡൻസി വന്നാലും നമ്മുടെ ഈ ശരീരം അങ്ങോട്ട് ചലിപ്പിക്കാതെ ഒരു പാപവും നമ്മളിൽ ആക്റ്റീവ് ആകത്തില്ല. ഈ ഹൗവ അമ്മച്ചയ്ക്ക് നീളം കുറവാണെന്നും പറഞ്ഞ് ഈ പറിച്ചു കൊടുക്കാൻ ഈ പിശാച് സ്റ്റൂൾ ഇട്ട് കൊടുത്തായിരുന്നു. അമ്മാമ്മയ്ക്ക് എത്തത്തില്ല, ഞാൻ ഒരു സ്റ്റൂൾ ഇട്ട് തരാം പറഞ്ഞായിരുന്നോ മോളെ? അല്ലെ, അമ്മാമ്മയ്ക്ക് എത്തുന്നില്ല, ഞാൻ ഒരു തോട്ടി കെട്ടി തരാമെന്ന് പറഞ്ഞോ? ഇപ്പോൾ സപ്പോസ് ഒരച്ചായൻ വീടിൻ്റെ വാതിൽക്ക് നിൽക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രം അച്ചായൻ മദ്യപിച്ച് നിൽക്കട്ടെ. അപ്പോൾ മദ്യപിച്ച് എന്താ ചോദിച്ചപ്പോൾ അച്ചാനോട് പാസ്വേഡ് അച്ചാൻ പറയും, പക്ഷേ കുടിക്കണമെന്ന് കരുതി ഞാൻ ബൈബിളുമായിട്ട് രാവിലെ റോഡിലോട്ട് വന്നപ്പോൾ പിശാച് അതിൽ വരിക. അപ്പോൾ പിശാച് ചോദിച്ചു എവിടെ പോവാ? ഞാൻ പറഞ്ഞ് യോഗത്തിന് പോവുക. പിശാച് പറഞ്ഞു ഞാൻ ബാറിലോട്ട് പോവാം, കൂട്ടിന് വരുന്നോന്ന്. പുള്ളി പറഞ്ഞു ഞാൻ കുടിക്കുകയില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും വഴക്കായപ്പോൾ അവൻ എന്നെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് മാറിക്കൊണ്ടിരുത്തി എൻ്റെ കവളെ ഞെക്കി പിടിച്ചേച്ച് എൻ്റെ വായിലോട്ട് മദ്യം ഒഴിച്ച് തന്നു പറഞ്ഞാൽ ആയുസിൽ ആ പരിപാടി നടക്കുകയല്ല. നമ്മുടെ വാ തുറക്കാതെ ഒരു തരി കള്ള് നമ്മുടെ അകത്തോട്ട് പോവുകയില്ല.
നമ്മുടെ വാ തുറക്കാതെ ഒരു കുറ്റിവീട് നമ്മുടെ വായിക്കകത്ത് വെച്ച് വലിക്കാൻ പറ്റുകയല്ല. സൂത് ശ്രദ്ധിച്ചോണേ. സ്ഥിരമാല പോലെ പ്രാപത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെ ശക്തികൾ നമ്മുടെ നേരെ കയറി വന്നാൽ നമ്മുടെ തീരുമാനത്തിൻ്റെ മതിൽക്കെട്ടുകളെ പൊളിച്ച് ഒരു പാപവും നമ്മളിൽ ആക്റ്റീവ് ആകത്തില്ല. സ്വത്രം മനസ്സിലായോ? അപ്പം നമ്മൾ വഷളായത് ആരുടെയും കുറ്റമല്ല. നമ്മൾ കുറ്റം മൊത്തം പറയുന്ന ആരെയാ? ഈ ഹൗവയ്ക്ക് വേണ്ടത് വെക്കരുതായിരുന്നോ? വെക്കരുതായിരുന്നോ? പക്ഷെ ഓഫർ കേട്ടപ്പോൾ പുള്ളിക്കാരുടെ ഉള്ളം അങ്ങ് തിളച്ചു. ഇത് തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല. ഈ ആർക്കാ മരിക്കാൻ ഇഷ്ടം? പണ്ടൊരു വല്യപ്പച്ചനെ കൊച്ചുമോൻ കാപ്പിയും കൊണ്ട് ചെന്നപ്പോൾ കാപ്പി മേടിച്ച് കുടിച്ചിട്ട് വല്യപ്പച്ചൻ കരഞ്ഞു. കരഞ്ഞപ്പച്ച കൊച്ചുമോൻ ചോദിച്ചു, അപ്പച്ച എന്നാ കാപ്പിക്ക് ചൂടാണോ? അല്ല. പിന്നെ മധുരമില്ല? അതല്ല. പിന്നെ നീ മരിച്ചു കഴിയുമ്പോൾ എനിക്കാരെ കാപ്പി കൊണ്ട് തരുന്നതെന്ന് സ്വോത്രം പറഞ്ഞേ. അപ്പം മരിക്കാൻ ആർക്കാ ഇഷ്ടം? ഒരു തലമുറയുടെ ഏറ്റവും വലിയ ആപ്തവാക്യം മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. അങ്ങനെ കലാലയ രാഷ്ട്രത്തിന് വേണ്ടി പഴുതാരമീശ പിരിച്ച് കൈയെല്ലാം കൂടി ചൂട്ടി ആകാശത്തിൽ പറഞ്ഞു, മരിക്കാൻ ഞങ്ങൾക്ക്. ഇന്നത്തെ 7-17 എപ്പോൾ വാ തുറന്നാലും മാതാപിതാക്കളെ മുൾമന നിർത്താൻ കണ്ടെത്തിയൊരു പദമുണ്ട്, ഞാൻ ഇപ്പോൾ പോയി ചാകുമെന്ന്. ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോയി ചാകടി. സ്വോത്രമില്ല. കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ ചെയ്ത് പ്രസംഗിച്ചപ്പോൾ ഈ ആശയം കയറി വന്നപ്പോൾ ഒരു അമ്മാമ കൊച്ചിനെ കൊണ്ട് ഓടി വന്ന് കരഞ്ഞു പറയും, എൻ്റെ ഭാഷേ ഈ ചെറുക്കൻ എപ്പോൾ വഴക്കുണ്ടാക്കിയാലും എന്നോട് പറയുന്ന വാക്കാ ഞാനിപ്പോൾ പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ സഭയ്ക്കകത്ത് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. മോളെ കുഞ്ഞ്, ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, മാതാപിതാക്കളെ മുൾമന നിർത്താൻ നീ കണ്ടെത്തിയ പദം ഉണ്ടല്ലോ, ടോമിയെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ, ജോളിയെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ പോയി. നീ കണ്ടെത്തിയിരിക്കുന്ന ഈ പദത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് പിശാചാണ്. എന്തുകൊണ്ട്? വചനം പറയുന്നു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, ഞാൻ വരുന്നത് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാ. നിങ്ങൾ ചതിക്കപ്പെട്ടവരോ വഞ്ചിക്കപ്പെട്ടവരോ ജീവിതത്തിൻ്റെ നാൾവഴികൾക്കകത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണെങ്കിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ആത്മഹത്യയല്ല, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം പ്രാർത്ഥനയാണ്. അനുഭവം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ജീവിതത്തിൻ്റെ ബാല്യകാലങ്ങളിൽ മരിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിതാവ് വാഴയ്ക്ക് കൊണ്ടുവച്ചിരുന്ന വിഷം തപ്പിയെടുത്തു, രാത്രി പോക്കറ്റ് ഇട്ടു. എല്ലാവരും ശ്രദ്ധിക്കണം, ആത്മഹത്യ എങ്ങനെയാണ് ക്ലാസ് എടുക്കുകയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഉറങ്ങുമ്പോൾ കഴിക്കാമെന്ന് കരുതി ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങി. കണ്ണ് തുറന്ന് നേരം വെളുത്തപ്പോഴാണ് ഒരു സ്തോത്രം. മരിക്കണമെന്നുള്ള ചിന്ത കളഞ്ഞില്ല. രാവിലെ ആ വിഷമെടുത്ത് പോക്കറ്റ് ഇട്ട് മുറ്റത്ത് ഹോളിലോട്ട് ഇറങ്ങി വന്ന് ചാരുടെ മുഖത്ത് നോക്കാതെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചിന്ത, ബൈബിൾ വായിച്ചേച്ച് കഴിക്കാം, സ്വർഗം കിട്ടുമായിരിക്കും എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പുസ്തകം ഇങ്ങനെ മറിച്ച് വായിക്കുമ്പോൾ എൻ്റെ വായനയിലെങ്ങും ഒരിക്കലും കണ്ണിലുടക്കാത്തൊരു വാക്യം എൻ്റെ കണ്ണിലോട്ട് ഓടി വന്നു, കാലത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു. ഞാൻ ബൈബിൾ അടച്ച് ചോദിച്ചു, അപ്പോൾ ഇനിയും കാലമുണ്ടോ? പിന്നെ അതുകൊണ്ടല്ലോ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. ഈ രാത്രി നീ അറിഞ്ഞോണം, നീ നിൽക്കേണ്ട പ്ലാറ്റ്ഫോം എൻ്റെ ദൈവത്തിനറിയാം, നിൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ ദൈവത്തിനറിയാം. അതിലെത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് കാലഘട്ടത്തിന് മുൻപേ നിന്നെ മരണത്തിലേൽപ്പിക്കാൻ കയറി വരുന്ന മരണത്തിൻ്റെ കെട്ട് ഇന്ന് രാത്രി ഇതിനകത്ത് അഴിയുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കാലഘട്ടങ്ങൾക്ക് മുൻപേ നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ചില മരണത്തിൻ്റെ ആധിപത്യങ്ങൾ ഈ രാത്രി ഇതിനകത്ത് തകരുകയാ. ഓ, കരമടിച്ചിട്ട് പറ, എന്റെ പേരുള്ള വാഗ്ദത്തം തീർന്നിട്ടില്ല, എന്റെ പേരുള്ള പദ്ധതി തീർന്നിട്ടില്ല, എന്നെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ഒരു ശക്തമേറിയ ദൈവ സാന്നിധ്യം. യേശുവിന്റെ നാമത്തിൽ ജയം. സ്തോത്രം. ദൂത് പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ലെങ്കിൽ ഒന്നിനും നമ്മെ അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. നന്നാല് ചേവകരുടെ നടുവിൽ കിടക്കുന്ന ഉറങ്ങുന്ന പത്രോസിന് ഇന്നെന്തോ ഒരു അവാർഡിന് അർഹനാണ് പുള്ളി. കൊല്ലുമെന്നുള്ള വാറണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുമ്പോഴും കൊല്ലാനുള്ള കത്തിക്ക് മൂർച്ച കൂട്ടിയിരിക്കുമ്പോഴും എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? പത്രോസിനെ നമ്മൾ കാണുന്നിടത്തെല്ലാം കാണുന്നൊരു പ്രത്യേക വിശേഷത, എവിടെ കൊണ്ടിട്ടാലും പുള്ളി ഉറങ്ങും. അങ്ങനെ ചില യോഗത്തിന് വന്നാലും ഉറങ്ങും, കാത്തിരിപ്പിന് വന്നാലും ഉറങ്ങും, ഓൾ നൈറ്റും ഉറങ്ങും. കല്യാണത്തിന് പോയാൽ മാത്രമേ ഉള്ളൂ ഉറങ്ങാത്തത്. പിന്നെ സഭയ്ക്കകത്ത് ഉറങ്ങുന്നതിൻ്റെ പുറത്തിൽ ഒത്ര ഉറങ്ങി തല താഴെ ഇടിച്ചാൽ സ്വോത്രം കൊണ്ടേ പൊങ്ങത്തുള്ളൂ. ഉറങ്ങി അങ്ങ് തല താഴെ ഇടിക്കും, പക്ഷേ സ്വോത്രം കൊണ്ടേ. ഈ കൊല്ലുമെന്നുള്ള വാറണ്ട് തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുമ്പോഴേ എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? ഒരു ചിന്തകൻ പറഞ്ഞത്, ഇവൻ കാരാഗ്രഹത്തിനകത്തോട്ട് കയറിയപ്പോൾ തലയിലെ മുടിനാരിലോടെ ഇങ്ങനെ പിഴുതിങ്ങനെ നോക്കിയപ്പോൾ ഈ ഗോദ്രേജുകാർ കറുപ്പിക്കുന്ന സാധനം ഇറക്കാത്തൊരു കാലമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം തലമുടി കറുത്താണെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് പാവമാണെന്ന് ചോദിച്ചാൽ പാവമെന്ന്, ഓരോരുത്തർ നിലനിൽപ്പിന് വേണ്ടി ഇതെല്ലാം ചെയ്യണ്ടേ.
ഏതമ്മച്ചിക്കും ചേച്ചിയാകാനുള്ള എല്ലാ സാധനവും കടയിൽ കിട്ടും. പിന്നെ അമ്മച്ചിയാണോ ചേച്ചിയാണോ എന്ന് അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എടുത്ത് നോക്കണം. ഈ ഗോദ്റേജുകാർ കറുപ്പിക്കുന്ന സാധനം ഇറക്കാത്ത ഈ തലനാരിയുടെ മുടി ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഒന്നുപോലും വെളുത്തിട്ടില്ല. അദ്ദേഹം കിടന്നങ്ങ് ഉറങ്ങി. എന്താ ഉറങ്ങിയതിൻ്റെ കാര്യമെന്നറിയണ്ടേ? ഈ പറഞ്ഞ ചിന്തയ്ക്കകത്തൊരർത്ഥമുണ്ട്. യേശു ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ദൂത് പറഞ്ഞു, മറ്റൊന്നുമല്ല, നീ വൃദ്ധനായ ശേഷം നിൻ്റെ അരകെട്ട് നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവൻ പറഞ്ഞു, എൻ്റെ തലമുടി നരച്ചിട്ടില്ല, എൻ്റെ മുഖത്ത് ചുളിവുകൾ ബാധിച്ചിട്ടില്ല, എനിക്കെതിരെ ഒരു കത്തിയല്ല 1000 കത്തിക്ക് മൂർച്ച കൂട്ടിയാലും ഹെരോദാവേ നിനക്കെന്റെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. വാഗ്ദത്തമുള്ള നിന്നെ അവസാനിപ്പിക്കാൻ അണിയറയിൽ പിശാചരിക്കുന്ന ഒരു തന്ത്രത്തിന് കഴിയത്തില്ല. തന്റെ അടുത്തോടെ കരമഴിച്ചിട്ട് പറ, ഈ രാത്രി എന്റെ വിടുതലിന്റെ രാത്രിയാ, ഈ രാത്രി എന്റെ ജയത്തിന്റെ രാത്രിയാ. ചില മരണങ്ങൾ മാറിപ്പോവുകയാ. ചില ആത്മഹത്യയുടെ ടെൻഡൻസികൾ ഈ രാത്രി തലമുറകൾ മാറിപ്പോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവന്റെ നാമത്തിൽ ചില മരണത്തിന്റെ കെട്ടുകൾ പോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആരും നമ്മെ വഷളാക്കിയെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആരെയും ഓടിച്ചിട്ടല്ല നമ്മുടെ വിശുദ്ധി തെളിയേണ്ടത്. പാപികൾ ഉള്ളിടത്താണ് നിന്റെ വിശുദ്ധി തെളിയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും സൈറ്റിലുമൊക്കെ പുകവലിക്കുന്നവരും കള്ളു കുടിക്കുന്നവരും ഉണ്ട്. പക്ഷേ അവിടെ നിന്നാലത് കുടിച്ചേ പറ്റൂ. പക്ഷേ നിൻ്റെ ഉള്ളിലൊരു പ്രമാണം ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം അവിടെ നീ തെളിയിക്കണം നീ ആരാന്ന്. അല്ലാതെ അവൻ തരുന്ന കള്ള് ആരും അറിയാതെ കുടിച്ചേച്ച് അവൻ്റെ ചിക്കൻ കാലം കടിച്ചേച്ച് പോരാനല്ലേ പറയുന്നേ. ബാക്കി ഞാൻ പുറകെ പറയാം. ശ്രദ്ധിച്ചോണം, നീ ആരാന്ന് തിരിച്ചറിയണം. പാപത്തിന് കൈകൊടുക്കാതെ അനുരഞ്ജനമില്ലാതെ മാറിയുന്നവൻ്റെ മേൽ ദൈവം കൃപയുടെ ബോധപ്പെട്ടിട്ട് പറഞ്ഞു, ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവുക. നീ നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കണം. പ്രസംഗം നാട്ടുകാരോടും പെട്ടകം കുടുംബത്തിന് വേണ്ടിയും. സ്തോത്രം, വിശദീകരിക്കുന്നില്ല. പെട്ടകം പണിത് 600-ാം സംവത്സരത്തിൽ നോഹ പെട്ടകത്തിലോട്ട് കയറി. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. 150 ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. പർവ്വതങ്ങളെ മൂടുവാൻ തക്കണം ഏതാണ്ട് 15 മുഴം ഉയരത്തിൽ വെള്ളം പൊങ്ങി. 601-ാം സംവത്സരം 2-ാം മാസത്തിൽ നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. കാലം പഠിച്ചാൽ 1 വർഷത്തിനടുത്ത് ഈ നോഹ പെട്ടകത്തിനകത്തുണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞു. അതൊക്കെ കേട്ടോ എന്നെ ആവേശം വരാനാ. അല്ലാതെ അങ്ങോട്ട് കയറി വെച്ച് പെട്ടെന്ന് ഇറങ്ങല്ലോ. 1 വർഷത്തിനടുത്ത് നോഹ പെട്ടകത്തിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ദൂത് സകല ചരാചരങ്ങളും അഴുകി മാറിയത് എൻ്റെ വിശ്വാസം. കാര്യം പർവ്വതങ്ങളെ മൂടുവാൻ തക്കവണ്ണം 15 മുഴം ഉയരത്തിൽ വെള്ളം പൊങ്ങിയെങ്കിൽ പിന്നെ അതിനകത്ത് സസ്യലതാദികളൊന്നും കാണാൻ സാധ്യതയില്ല, എല്ലാം അഴുകും. പക്ഷേ ദൈവം മറച്ചിട്ടവനെ വെള്ളം കുറഞ്ഞെന്നറിയാൻ തമ്പുരാൻ എവിടെയോ ഒരു പച്ച ഒലിവിനെ ശേഷിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രിയിലും എൻ്റെ പ്രമേയം പുരോഗമിക്കുന്നു. ശേഷിപ്പ് വരുത്തുന്നവനായൊരു ദൈവം ഇന്ന് രാത്രി ആരാധിക്കുന്നവൻ അറിയണം. ഈ രാത്രി പ്രാർത്ഥിക്കുന്നവൻ അറിയണം. എല്ലാം അഴുകി മാറിയാലും തമ്പുരാൻ നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട്. കരമടിച്ചിട്ട് പറ, എല്ലാം അവസാനിച്ചാലോ എനിക്ക് വേണ്ടി ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. എത്ര പ്രതികൂലത്തിന്റെ വെള്ളങ്ങൾ, എത്ര ന്യായവിധിയുടെ വെള്ളങ്ങൾ ഉയർന്നു വന്നാലും ആരാധിക്കുന്നവന് വേണ്ടി ഒരു ഒലിവിനിരയെ ശേഷിപ്പിക്കുന്നവനാണ്. സ്തോത്രം. വിശ്വസിച്ചോണം, നമ്മൾ എത്ര തകർച്ച കൂടെ പോയാലും നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവത്തിന് പൈതൽ, നീ ഉപവസിക്കുന്നവളാണെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റുന്നുണ്ട്? ഇതിന്ന് രാത്രി ചില കുടുംബങ്ങളുടെ പ്രവചനദൂത എല്ലാം തീർന്നെന്ന് കാലഘട്ടം വിധി എഴുതിയാലും, എല്ലാം അവസാനിച്ചെന്ന് നാട്ടുകാർ പ്രബന്ധം എഴുതിയാലും, ആരാധിക്കുന്നവൻ അറിയണം, ഈ രാത്രി എനിക്ക് വേണ്ടി ശേഷിപ്പ് വരുത്തുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ശേഷിപ്പ് വരുത്ത ദൈവം. അതിൻ്റെ ഒരു തെളിവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നെബൂഖദ്നേസർ രാജാവ് ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മാളികയെക്കൂടി ഇങ്ങനെ ഉലാവുമ്പോൾ മനസ്സിനകത്തൊരു ചിന്തയുണ്ടായി. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രതാപത്തിനായി പണിത മഹദിയാം ബാബേലല്ലയോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വാക്ക് വായിലിരിക്കുമ്പോഴാണ് ന്യായവിധി വന്നത്. വായിന്ന് പുറത്തോട്ട് വന്നില്ല.
സ്വോത്രം. അതിന് സ്വോത്രം പറയണ്ടേ? നമ്മളെന്തെല്ലാം പറഞ്ഞു വിട്ടിട്ടും ദൈവം ഇന്ന് ന്യായം വിധിച്ചില്ല. ഇത് കൃപയുടെ കാലമായതുകൊണ്ട് ഓർത്ത് സ്വോത്രം ചെയ്തോണം. സ്വോത്രം. ഈ മനുഷ്യൻ അഹങ്കരിക്കാനുള്ള കാര്യം എന്നാ? അഹങ്കരിക്കാതിരിക്കുന്നതിനകത്തെ അതിശോക്തിയുള്ളൂ. കാരണം ബാബിലോൺ സാമ്രാജ്യത്തെ പ്രതാപത്തിലേക്ക് പണിതുയർത്തിക്കൊണ്ട് വന്നത് ഈ നെബൂഖദ്നേസർ രാജാവാണ്. ഈ ബാബിലോൺ കോട്ടയ്ക്ക് ഒരു പേരുണ്ട്, സ്വർണ്ണ നഗരം. എന്താണ്? യെശയ്യാവ് അങ്ങനെ പഠിപ്പിക്കും, സ്വർണ്ണ നഗരം എങ്ങനെ ശൂന്യമായി. ആ പേര് വരാനുള്ള കാര്യം, ഈ നെബൂഖദ്നേസർ രാജാവ് എന്തോ പണിതാലും അതിന് താമ്രം പൂശുന്നൊരു പരിപാടിയുണ്ട്. അദ്ദേഹം സ്വത്രം ആയുധങ്ങൾ പണിതാലും കൊട്ടാരത്തിലെ താഴിക്കുടങ്ങളോ മതിലോ പണിതാലും കൊത്തളങ്ങൾ പണിതാലും ഇതിന് മൊത്തം എന്തോ പൂശും, ഈ താമ്രം പൂശും. ഈ പെയിൻറ്റിങ് ജോലിക്ക് വന്ന സഹോദരന്മാർ പണങ്ങല്ലേ പോകുമ്പോൾ എന്നെ അടിക്കല്ലേ, ഒരാശയം പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് പണിക്ക് പോകുമ്പം ബാലൻസ് കിട്ടുന്ന പെയിൻറ്റ് ഇവർക്ക് ഇടിപിരിഞ്ഞ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീടിന് മൊത്തം അടിച്ചിട്ട് വെളിയിൽ നിൽക്കുന്ന തെങ്ങിനൂടെ അടിക്കും. നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ തേങ്ങായും മാങ്ങ എല്ലാം വെളുത്തിരിക്കുക. കാരണം ഓസിന് കിട്ടിയ സാധനം അത് പെരയ്ക്ക് വീടിനടിച്ചു ബാക്കി സ്വോത്രം പറഞ്ഞ് കണ്ടിട്ടില്ലേ? ടൈല് പണിക്കാരുടെ വീട്ടിൽ ടൈല് കണ്ടിട്ടില്ലേ? പല ടൈലാണ് ബാത്റൂമിൽ. കാരണം ഈ പോയ പണിക്ക് കിട്ടിയ ടൈലെല്ലാം കൂടെ മിച്ചം വെച്ചുണ്ടാക്കിയ ഒരു ക്രമീകരണമാണ്. ഒരു സ്വോത്രം പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ കാര്യമല്ല, ചെങ്ങന്നൂക്കാരുടെ കാര്യം പണങ്ങല്ലേ. അപ്പം സപ്പോസ് ഈ സകലത്തിനും ഈ താമ്രം പൂശുമ്പോൾ കിഴക്കുന്ന ഈ സൂര്യൻ്റെ കിരണം കൊണ്ട് പതിക്കും, ഇതങ്ങ് തിളങ്ങും. അത് കണ്ടേച്ചാൽ ചോദിച്ചാൽ സ്വർണ്ണ നഗരം എങ്ങനെ ശൂന്യമായി. രണ്ടാമത്തെ ചിന്ത, അവിടുത്തെ കവാടങ്ങൾ തുറക്കുന്നത് മനുഷ്യരല്ല, ആമേൻ, കരുത്തുറ്റ ആനകളാണ് അവിടുത്തെ ഗേറ്റുകൾ തുറക്കുന്നത്. അത്രയ്ക്ക് സംവിധാനമാണ്. ആ വാതിലാണ് കോരശനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് മുമ്പേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കാം, താമ്ര കഥകളെ തുറക്കാം എന്ന് പറഞ്ഞാൽ ആന പിടിച്ച തുറക്കുന്ന വാതിൽ ഞാൻ എൻ്റെ അഭിഷേകം കൊണ്ട് നിനക്ക് വേണ്ടി തുറന്നു തരാം. ഈ രാത്രി പ്രാർത്ഥിക്കുന്നവൻ അറിയണം, നിന്റെ മുമ്പിൽ ഏതൊക്കെ വാതിൽ അടഞ്ഞാലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴി തുറക്കുന്ന, വാതിൽ തുറക്കുന്ന, ആന പിടിച്ച തുറക്കുന്ന ആ വാതിൽ എൻ്റെ അഭിഷേകം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, കോരശേ ഞാൻ നിന്റെ മുൻപിൽ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കാം, താമ്രക്കലകളെ തകർക്കാം, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയാം. സ്തോത്രം. അധികാരങ്ങൾ കൊണ്ട് അടച്ചു കളഞ്ഞത്, പിടിപാടുകൾ കൊണ്ട് അടച്ചു കളഞ്ഞത്, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അടച്ചു കളഞ്ഞ ചില വഴികൾ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി സ്വോത്രം പറയണം. ആരൊക്കെ നിന്റെ മുൻപിൽ നിന്റെ വഴി അടച്ചു കളഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചില വഴിയെ തുറക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അച്ചായന്മാർ ഇന്ന് രാത്രി അറിയണം, പഞ്ചായത്തുകാരും വില്ലേജുകാരും നിനക്ക് വഴി അടച്ചാലും ദൈവം തുറക്കുന്ന വഴി അടയ്ക്കാൻ ഒരു പഞ്ചായത്തിനും കഴിയത്തില്ല. ഈ രാത്രി ആരോടൊക്കെ ദൈവം ദൂത് പറയുക, ഗവൺമെന്റ് നിന്റെ വഴി അടച്ചാലും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി തുറക്കുന്ന വഴി അടയ്ക്കാൻ ഒരു പഞ്ചായത്തിനും കഴിയത്തില്ല, ഒരു ഗവൺമെന്റിനും കഴിയത്തില്ല. ഈ രാത്രി ആ മേഖല ഇതിനകത്ത് ദൈവാത്മാവ് തുറക്കുകയാ. സന്തോഷത്തോടെ ആരാധിക്കുക. ഈ രാത്രി ഒരു നിരാശയുടെ രാത്രിയല്ല, ചില വഴികൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ചൂഹാലിയെ കരുത്ത് തൊട്ടി പോയി ഒളിച്ചിരിക്കണം. പക്ഷേ തമ്പുരാൻ ഇവന് വേണ്ടി ഭക്ഷണം കൊടുത്തേ പറ്റത്തുള്ളൂ, കാരണം ദൈവം മറച്ചിട്ടത്. സ്തോത്രം. ദൈവം ഒരാളെ ഒളിപ്പിച്ചാലും മറച്ചിട്ടാലും അവൻ്റെ ഉത്തരവാദിത്വം മൊത്തം ദൈവത്തിനായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ തടഞ്ഞെങ്കിലും ദൈവം നിങ്ങളെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെ ദൈവത്തിനാണ്. അപ്പം ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തു വിടാൻ പറ്റുകയില്ല, കാരണം അറസ്റ്റ് ചെയ്യപ്പെടും. ആഹാബും ഇസബേലും 4 വഴി അടച്ചപ്പോൾ അടയ്ക്കപ്പെട്ട വഴിയുടെ മുകളിൽ കൂടെ തമ്പുരാൻ ഏലിയാവിന് വേണ്ടി ഒരു വഴി വെട്ടി. ഇന്ന് രാത്രി എഴുതി വെച്ചോണം, ആഹാബും ഇസബേലും നിന്റെ വഴി അടച്ചാലും ദൈവം വെട്ടുന്ന വഴി അടയ്ക്കാൻ, ദൈവം തുറക്കുന്ന വഴി അടയ്ക്കാൻ ഒരന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ഈ രാത്രി ജയത്തോട് പറ, എന്റെ വഴി അടയ്ക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ, എന്റെ വഴി അടയ്ക്കുന്ന ഗവൺമെന്റിന്റെ വെല്ലുവിളികൾ ഈ രാത്രി എന്നെ വിട്ട് പോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, ഹാങ്ങിങ് ഗാർഡൻസ്, തൂക്കുവനം എന്ന് പറയുന്നൊരു സംവിധാനം പ്രാചീന കാലഘട്ടത്തിൽ ലോകമക അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു സാധനം. ചരിത്രം പഠിച്ചാൽ അറിയാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സാധനം കിട്ടും. ഹാങ്ങിങ് ഗാർഡൻസ് നെബൂഖദ്നേസർ ഉണ്ടാക്കിയതാണ്.
ഇതെന്തിനുണ്ടാക്കിയെന്നറിയണ്ടേ? തൻ്റെ ഭാര്യ ഒരു ഗ്രാമീണ യുവതിയായിരുന്നു. ഈ പട്ടണത്തിലോട്ട് വിവാഹങ്ങൾ കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഈ പട്ടണത്തിൻ്റെ അന്തരീക്ഷവും ഇതരത്തെ സംവിധാനമൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പണ്ട് നാട്ടുമ്പുറത്തുള്ളൊരു കൊച്ചിനെ ഈ കടൽക്കരയിലോട്ട് കല്യാണം കഴിച്ച് അയച്ചൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ അവൾ വണ്ടി പിടിച്ച് വീട്ടിൽ വന്നു. അപ്പനോട് പറഞ്ഞു, എനിക്കവിടെ നിൽക്കാൻ പറ്റും, വള്ളവും വെള്ളവും മീനിൻ്റെ മണവും. ചെന്നപ്പം മുതൽ ഛർദ്ദല. അപ്പം പറഞ്ഞു, നീ പോകണം, ലോൺ എടുത്ത് നിന്നെ കെട്ടിച്ചു വിട്ടതാ. 2 ദിവസം അവിടെ, 3-ാം ദിവസം അവിടെ, 4-ാം ദിവസം അവിടെ, 5-ാം ദിവസം അവിടെ, 6-ാം ദിവസം അവിടെ, 7-ാം ദിവസം. പിന്നെ അവൾ വരുന്നില്ല. വരാതെ വന്നപ്പോൾ അപ്പം ചോദിച്ചു, നീ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇപ്പോൾ പറയുക, ഈ മീനിൻ്റെ മണമില്ലാതെ ഒരു തരി വെള്ളം അകത്തോട്ട് പോവുകയല്ലെന്ന്. അപ്പോൾ ഈ ഗ്രാമീണമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ ഈ ഭാര്യയുടെ മാനസിക നില ഉറപ്പിച്ച് നിർത്താൻ ഒരു ഭർത്താവ് ചെയ്ത പരിപാടി കണ്ടോ, വലിയൊരു തോട്ടം. ഞാനിങ്ങനെ ചിന്തിയിരിക്കും, നമ്മുടെ അച്ഛന്മാർ നമ്മുടെ പറ്റി തോട്ടം കൊണ്ടൊരു ചെടി പോലും വെച്ചിട്ടില്ല. നമ്മൾ പിന്നെ യോഗത്തിനോ എവിടെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വെക്കുന്ന വെട്ടിക്കളയുന്നൊരു കൃപയല്ലാതെ സ്വോത്രമില്ല. പുള്ളി പണ്ട് CPM ആളെ, വെട്ടിനിരത്തിലെ ആളാണ്. അപ്പം നമ്മൾ വെക്കുന്ന ചെടി വെട്ടിക്കളയുന്നൊരു കൃപയല്ലാതെ ഈ അച്ഛന്മാർക്ക് വേറൊരു കൃപയും ഒരു സ്വോത്രം പറഞ്ഞേരേ. അപ്പം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഹൃദയത്തിനകത്തൊരു ആവേശം ഉണ്ടായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രതാപത്തിന് വേണ്ടി പണിത മഹതിയാം ബാബേലല്ലേ. ഇതൊരു ന്യായവിധിയുടെ ചിത്രമായി ഒരു വടവൃക്ഷത്തോട് ഉദാഹരിച്ചുകൊണ്ട് ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ ദൂതനോട് പറഞ്ഞ ആ വൃക്ഷത്തെ അങ്ങ് വെട്ടിയേരെ. ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. വെട്ടി 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 ഇങ്ങോട്ട് വരുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, അതിൻ്റെ തായ്വേരിനെ തുടരുത്, വയലിൽ ഇളമ്പുല്ലിനോട് ചേർത്ത് ബന്ധനത്തിൽ വെക്കണം. ഇതൊരു ശേഷിപ്പാണ്, ഇതൊരു ശേഷിപ്പാ. എല്ലാം അവസാനിച്ചാലും ഇവൻ മടങ്ങി വന്നാൽ ഇവനെ വീണ്ടും പണിയാൻ ഞാൻ നീതിയുള്ള ദൈവമാ. ഇന്ന് രാത്രി എല്ലാം തകർന്നാലും എല്ലാം അവസാനിച്ചാലും മടങ്ങി വരുന്നവനെ ഒരു ശേഷിപ്പാക്കി വെച്ചുകൊണ്ട് അവനെ പുനഃക്രമീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ നീതിക്കായി കരമടിച്ചു സ്തോത്രം പറ. സ്തോത്രം. നീ ശ്രദ്ധിച്ചു കേൾക്കണേ. സ്തോത്രം. ആരാധിക്കണം, എവിടെ വേഗം വരണം, വിഷയം തീർക്കണം. ശ്രദ്ധിച്ചു കേട്ടോണേ. സ്തോത്രം. ഈ 7 വർഷം ഈ മനുഷ്യൻ കാട്ടിപ്പോയി പശുവിനെ പോലെ പുല്ല് തിന്നിട്ടും 7 വർഷം ഒരു രാജ്യത്തെ ഭരിക്കാൻ ഒരു രാജാവില്ലാതിരുന്നിട്ടും ആ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ എൻ്റെ സ്വർഗം അനുവദിച്ചില്ല. കാര്യമെന്നാ? ദൈവം ഒഴിച്ചിട്ടിരിക്കുന്ന കസേരയ്ക്കകത്ത് മറ്റൊരാൾ കയറിയിരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം പറയുന്നു, തമ്പുരാൻ നിനക്ക് വെച്ചിരിക്കുന്ന പ്രമോഷൻ, തമ്പുരാൻ നിനക്ക് വെച്ചിരിക്കുന്ന സ്ഥാനം ആരൊക്കെ നിന്നെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ദൈവത്തിന് കരം അനുവദിക്കാതെ ഒരു വ്യക്തിക്ക് അവിടെ സ്ഥാനമില്ലെന്നുള്ള തിരിച്ചറിവുള്ളവർ കരമടിച്ചിട്ട് പറ. ആരെയും അവിടെ അവരോധിക്കാതെ എന്നെ നിയോഗിക്കുന്ന ദൈവത്തിന്റെ നീതിക്കായി സ്തോത്രം. സ്തോത്രം. 7 വർഷം ഒരു തെരഞ്ഞെടുപ്പ് വരാതെ, 7 വർഷം ഒരു രാജാവിനെ സെലക്ട് ചെയ്യാതെ ആ കസാരയ്ക്കകത്ത് ആരെയും ഇരുത്താതെ തടഞ്ഞൊരു സ്വർഗം. മനസ്സിലായോ? നിനക്ക് വരേണ്ട നന്മയെങ്ങും തടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വീട്ടിൽ വരേണ്ട വിടുതലകൾ വഴിമാറി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. 7 വർഷം ഒരു തെരഞ്ഞെടുപ്പ് വരാതെ ആ രാജാവിനെ പുനഃക്രമീകരിച്ചെങ്കിൽ ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിന് ശേഷിപ്പാക്കി ദൈവം അദ്ദേഹത്തെ വെച്ചേക്കുക. ഇന്ന് രാത്രിയിലും പറയണം, ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാ. അപ്പം ദൈവം നമ്മെ ശേഷിപ്പിച്ചെന്നുള്ള ചിന്ത വരുന്നെങ്കിൽ ദൈവശാസ്ത്രപരമായി ദൈവം നമ്മീന്ന് പ്രതീക്ഷിക്കുന്ന ഒരു 4 ശേഷിപ്പ്, ഇതെല്ലാം കൂടെ പറയാനുള്ള സമയം എൻ്റെ മുമ്പില്ല, വേഗത്തിൽ ക്യാപ്സൂൾ ഉയർത്തി പറഞ്ഞു വിടാം. ദൈവം പ്രതീക്ഷിക്കുന്ന 4 ശേഷിപ്പ്. 1, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ ഇന്ന് രാത്രി ദൈവം തരയുകയാണ്. 2, സത്യ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ ദൈവം തരയുന്നു. 3, സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ ദൈവം തരയുന്നു. 4, നിത്യതയ്ക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം തരയുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 4 ശേഷിപ്പ്. 1, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ശേഷിപ്പ്. 2, സത്യ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ശേഷിപ്പ്. 3, സാക്ഷ്യത്തിന് വേണ്ടിയുള്ള ശേഷിപ്പ്. 4, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ശേഷിപ്പ്. ഈ രാത്രി യോഗം ആശീർവാദം പറയുമ്പോൾ പറയണം, ആ ശേഷിപ്പ് ഇന്ന് രാത്രി ഞാനാ, ആ ശേഷിപ്പ് ഇന്ന് രാത്രി എൻ്റെ തലമുറയാ, ആ ശേഷിപ്പ് ഇന്ന് രാത്രി എൻ്റെ സഭയാ. ഈ രാത്രിയിൽ ആ വചനത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ചലിക്കപ്പെടട്ടെ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 1-ാമത്തെ ശേഷിപ്പ്, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് എന്തോ വേണം? ഒരു ശേഷിപ്പ് വേണം. അപ്പോൾ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യം. പുറപ്പാട് 32-ന്റെ 26. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ
എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മതി, ഒരു സ്തോത്രം പറഞ്ഞേ ശക്തിയോടെ. ഈ മിസ്രൈം വിട്ടു പോന്നപ്പോൾ ഞാൻ പകൽ പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ മക്കൾ ദുരാഗ്രഹികളായി. എന്താണ്? ദുരാഗ്രഹികളായി. അപ്പം ഒന്ന് രണ്ട് ആവശ്യങ്ങൾ അവർ ദൈവത്തോട് പറഞ്ഞു. ഈ ആവശ്യങ്ങൾ പറയുമ്പോഴും അതെല്ലാം അവരെ ദുരന്തത്തിലേക്ക് നയിച്ചു എന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഒന്നാമത് അവർ വളരെ ആവേശത്തോടെ കരഞ്ഞൊരു വിഷയമാണ്, ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് കരയുക. എന്നാ കരയുന്നേ? ഇറച്ചി വേണം. അപ്പോൾ മോശ പേടിച്ച് ദൈവം ചോദിച്ചു, കർത്താവേ, ഞാൻ ഇവരെല്ലാം കൂടെ പ്രസവിച്ചോ? ഇവർ തിന്നാൽ എന്നെ കൂടെ തിന്നി 40 വർഷം എങ്ങനെ ഇവന്മാർക്ക് ഇറച്ചി കൊടുക്കും? കടലിലെ മീനെല്ലാം കൂടെ പിടിച്ചു കൂട്ടാൻ പറ്റുമോ? ഉള്ള കന്നുകാലികളെല്ലാം കൂടെ അറുത്താൽ ഈ 40 വർഷം തികയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഉപജീവന ചിന്തകൾ ഇവർക്ക് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. സ്തോത്രം. നീ ജോലി ചെയ്യുന്ന സൈറ്റിൽ നിന്ന് പണിയില്ലെന്ന് പറഞ്ഞ് എന്നെ പുറത്തു വിട്ടാലും ഇന്ന് രാത്രി ദൈവാത്മാ പറഞ്ഞു, നിൻ്റെ കരത്തെ പിടിക്കാൻ യേശു ഇന്ന് രാത്രി അകത്തുണ്ട്. ജോലിയില്ലെന്ന് പറഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന നിന്നോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ടാൽ, കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ, നീ പ്രതീക്ഷിക്കാത്ത ചില ജോലിയുടെ വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള ദൂത് ഇതിനകത്ത് ദൈവാത്മാവ് കൈമാറുന്നു. വിശ്വസിക്കുന്നവർ ചാടിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ ശക്തനാണ്. ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. സ്തോത്രം. ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം എഴുതിയിരിക്കുന്നു, പല്ലിൻ്റെ ഇടയിലിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേര് മരിച്ചുപോയി. അപ്പോൾ ഇറച്ചി ഇന്നപ്പം മരിച്ചു. അപ്പോൾ ഒന്നാമത് ആവശ്യം ഇറച്ചി വേണം. രണ്ടാമത്തെ ആവശ്യം ഞങ്ങൾക്ക് രാജാവിനെ വേണം. രാജാവിനെ വേണം. ഇസ്രായേലിൽ ഒരൊറ്റ രാജാവും നേരെ ചൊവ്വേ ഭരിച്ചിട്ടില്ല. മൂന്നാമത്തെ ചോദ്യമാണ്, ഞങ്ങൾക്ക് ആരെ വേണം? ദൈവത്തെ വേണം. എന്താ കാര്യം? പ്രമാണം പ്രാപിക്കാൻ പർവ്വതത്തിലേക്ക് മോശ കയറിപ്പോയപ്പോൾ, വരാൻ താമസിച്ചപ്പോൾ, ഇന്നത്തെ കാലത്ത് തന്നെ നെറുകയിൽ നിന്ന് ചിന്തിച്ചാൽ ഇവരെല്ലാം കൂടെ പറഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, SMS-ഉം ഇല്ല, മെസ്കോളും ഇല്ല. വിളിക്കുമ്പോൾ മൊത്തം ഔട്ട് ഓഫ് കവറേജ് ഏറിയ മോശ തീർന്നതാ. എന്നാലെങ്കിലും മൊബൈൽ ഒന്ന് ഓണാക്കി വെക്കണ്ടേ? സാലില്ല. അവർ അഹരോനോട് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ മുൻപിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു നേതാവ് പോയാൽ നേതാവിനെ ചോദിക്കേണ്ടതിന് വരെ ഇവർ ചോദിച്ചത് ആരെയാ? ദൈവത്തെയാ. അതിൻ്റെ കാര്യം എന്നാ? മോശയുടെ മരണം ഇവർ മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യം. അങ്ങനെ നിന്നപ്പോഴാണ് മോശ മരിച്ചെന്നൊരു സങ്കല്പത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത്. അപ്പോൾ അഹരോൻ മരണത്തെ പേടിച്ചുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ഇവരിങ്ങനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവർ പറഞ്ഞ ആശയും ഈ കാളക്കുട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്താ ബന്ധം? സ്വതന്ത്രം. ഞങ്ങളുടെ മുൻപിൽ ഒന്ന് പറഞ്ഞേ, എന്നാലേ വചനകത്തോട് കയറത്തുള്ളൂ. ഞങ്ങളുടെ മുൻപിൽ നടക്കാൻ ഒരു കാളക്കുട്ടി. അഹരോൻ ഈ കാളയുടെ വാലെ പിടിച്ച് നോക്കിയിട്ട് നടക്കുന്നില്ല. തൊടിച്ച് നോക്കി, അവസാനം എടുത്ത് എറിഞ്ഞ് നോക്കിയിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അഹരോൻ പറഞ്ഞു, നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഇവനെ അങ്ങ് എടുക്കാമെന്ന്. അന്ന് മുതൽ എടുപ്പ് തുടങ്ങി. സ്തോത്രമില്ല. നമ്മുടെ സന്തോഷം, നമ്മൾ ആരാധിക്കുന്നവൻ നമ്മെ എടുക്കുന്നവനാണ്. ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രവാസിയായിരുന്നപ്പോൾ ഇവരിങ്ങനെ പെരുവരലെ കുത്തിപ്പോയി അവിടുത്തെ നാസിക് ഡോളും ബാൻഡുമേളം ഒക്കെ കാണും. നിങ്ങളുടെ കാര്യമല്ല, എബ്രായർ അവരിങ്ങനെ പെരുവരലെ കുത്തി ഇങ്ങനെ നാസിക് ഡോൾ കണ്ട് അവിടെ ദൈവങ്ങളെ ഈ മൃഗത്തിൻ്റെ പുറത്താണ് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം മൃഗത്തിൻ്റെ പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവരിങ്ങനെ പെരുവരലെ കുത്തി ഇതിങ്ങനെ ആസ്വദിച്ച് കണ്ടപ്പോൾ യെശയ്യാവ് പറഞ്ഞു, ബേൽ വണങ്ങുന്നു, നെവോ കുനിയുന്നു. സ്വന്തം ശക്തി കൊണ്ട് നെവോ കുനിഞ്ഞല്ല, കാള കുനിഞ്ഞപ്പോൾ നെവോ. അപ്പം ഇത് കണ്ട് വെള്ളം അകത്ത് ഇറക്കിയവരോട് പറഞ്ഞു, എടാ പൊട്ടന്മാരെ, ഈ ബാബിലോണുകാർ അവരുടെ ദൈവത്തെ മൃഗത്തിൻ്റെ പുറത്ത് വഹിച്ചോണ്ട് വരുമ്പോൾ നിങ്ങളെ വിളിച്ചവൻ നിങ്ങളുടെ അമ്മയുടെ ഉദരം മുതൽ നിങ്ങളെ ചുമ്മിയവനാണ്. അവിടം കൊണ്ട് തീരുകല്ല, നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കുവാൻ കഴിവുള്ള ദൈവമാണ് ഈ രാത്രി നാം ആരാധിക്കുന്ന ദൈവം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തീർന്നു പോകണ്ട, നിന്നെ ചുമ്മിയൊരു ദൈവമുണ്ട്. സ്വത്രം. അവിടെ വെച്ച് നീ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നരയ്ക്കുവോളം നിനക്ക് ചുമക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ പലയിടത്തും ആവേശത്തോട് പറയാറുണ്ട്, വാർദ്ധക്യം ആരാധിക്കുന്നവന് ശാപമല്ല, വാർദ്ധക്യം പ്രാർത്ഥിക്കുന്നവന് ശാപമല്ല. മരുമക്കൾ കൈവിട്ടാലും കൊച്ചുമക്കൾ കൈവിട്ടാലും പിതാവേ മാതാവേ, ഈ രാത്രി ദൈവം നിന്നോട് പറയുന്നു, നിന്നെ നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്.
സ്വോത്രം, സ്വോത്രം. അവിടെ ഇവിടെ നരകൾ ബാധിച്ചപ്പോൾ, മുഖത്ത് ചുളിവുകൾ ബാധിച്ചപ്പോൾ, മക്കളും മരുമക്കളും ഒക്കെ നിന്നെ അടിച്ച് പുറത്ത് കളഞ്ഞാലും ദൈവത്തിൻ്റെ കയ്യെ മുറുകെ പിടിച്ചോണം. യേശു ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ആരൊക്കെ തള്ളിയാലും നരയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്ന് ഈ രാത്രി നിന്നോട് ഉറപ്പ് പറഞ്ഞവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവനോട് പറ, കർത്താവേ, ഒറ്റപ്പെട്ടവനാ, തള്ളപ്പെട്ടവനാ, കൈവിടപ്പെട്ടവനാ, കരുതാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഈ രാത്രി അങ്ങ് എന്നെ ചുമക്കണമേ. സ്തോത്രം. ആരാധന ശക്തമായിട്ട് ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ട വരുന്നു മരിച്ചു പോയത് പറഞ്ഞ പുള്ളി. സ്തോത്രം. നിങ്ങളെ മാനസികാവസ്ഥ നിർത്തി നോക്കി. പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ഒരു ഡെഡ് ബോഡി അടക്കിയപ്പോൾ ആ മരിച്ചെന്ന് പറഞ്ഞ പുള്ളി വീട്ടിൽ വന്നേക്ക്. കാരണം വേറെ ആരണ്ടെ കൊണ്ട് അടക്കിയത്. ആ അവസ്ഥ നിങ്ങൾ നിർത്തി നോക്കി. കെട്ടിപ്പിടിച്ച് ചുമ്പനെല്ലാം കൊടുത്ത് അച്ചായോ പോവോ എന്നൊക്കെ അവർ കൊടുത്ത് വിട്ട സാധനമാണ്. മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ച അച്ചായം വന്ന് നിൽക്കുക. മരിച്ചെന്ന് പറഞ്ഞ മോശം വന്ന് നിൽക്കുക. നിങ്ങൾ ദൂത് ശ്രദ്ധിക്കണേ. ലോകം പ്രതീക്ഷിക്കുമ്പോൾ നിന്നെ കൊല്ലുന്ന നികൃഷ്ടനായ ഒരു ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം. ഇന്ന് എഴുതി വെച്ചോണം, നാട്ടുകാരൻ നീ പോകുന്നതും വരുന്നതും വിലയിരുത്തി എപ്പോൾ നീ പെട്ടിക്കകത്ത് കയറുമെന്ന് വിലയിട്ടാലും പ്രാർത്ഥിക്കുന്നവൻ അറിയണം, നാട്ടുകാരല്ല തീരുമാനിക്കുന്നത് എപ്പോൾ അവസാനിക്കുമെന്ന്, ദേശക്കാരല്ല തീരുമാനിക്കുന്നത് നീ എപ്പം അവസാനിക്കുമെന്ന്. നിന്റെ മേലുള്ള പദ്ധതി ഈ രാത്രിയിലും വെളിപ്പെട്ടു വരികയാ. സ്തോത്രം. അപ്പം ഈ കൽപ്പലക ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളി കൊടുത്ത ഒറ്റ അടി. സ്ലൈറ്റ് അല്ല പൊട്ടിച്ച, കൽപ്പലകയാ. ഞാൻ ചോദിച്ചു, നീ വല്ലതും ചെയ്തിട്ടാണോ ഈ കൽപ്പലക പൊട്ടിച്ചേ? ആണോ? ആണോ? ഓ, മിണ്ടുകയല്ല. ആണോ? മോശ തെറി പറഞ്ഞില്ല, മോശ ഈ വർഷിപ്പിനകത്ത് ചേർന്നില്ല. ഇവൻ ഇതെറിഞ്ഞു പൊട്ടി. ഇതാ നമ്മുടെ കുഴപ്പം. ആരാണ്ട് ഏതാണ്ടൊക്കെ കാണിക്കുന്നു പറഞ്ഞ് നമ്മൾ നമ്മുടെ കൃപ കളയുക. സ്തോത്രം. 21 ദിവസം വെള്ളം പോലും കുടിക്കാനോ പ്രാപിച്ച കൃപ വീട്ടിലൂടെ അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കുക. സ്തോത്രം പോയി, കാൽവറിയും പോയി, വിക്ടറിയും പോയി, ഗ്ലോറിയും പോയി. ദൂത് ശ്രദ്ധിച്ചോണം, അമ്മായിയമ്മയല്ല പട്ടിണിക്കിരുന്നത്, നാട്ടുകാരല്ല ഉപസിച്ചത്, ദൈവം നിന്നെ ഏൽപ്പിച്ചത്. മറ്റുള്ളവരുടെ തെറ്റു മുമ്പിൽ എറിഞ്ഞുടയ്ക്കരുത്. സ്തോത്രം. വിശദീകരിക്കുന്നില്ല, വിടുക. അപ്പം ദൈവം നേരിട്ട് പ്രവർത്തിക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പുള്ളിക്കാർ, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, റെഫറൻസൊക്കെ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുക. ദൈവം ഇവരെ നേരിടാൻ വരുമ്പോൾ മോശ ഓടിച്ചെന്ന് ദൈവത്തെ പിടിച്ചിട്ട് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മോശയോട് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ വിടുക. എന്നെ അവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മോശ കയറി ദൈവത്തെ പിടിച്ചെന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോശയുടെ മസിലിനകത്ത് നിൽക്കാനുള്ള കരുത്തെ ഈ ദൈവത്തിനുള്ളോ? ഇങ്ങനൊരു പരാമർശമാണ് യാബോക്ക് കടവിൻ്റെ തീരത്ത് നമ്മൾ കണ്ടത്. ദൂതനോട് യാക്കോബ് എന്ത് ചെയ്യുക? ഞാൻ ചോദിക്കുന്നു, ഒരു ദൂതൻ്റെ പവർ, അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേര് ഒരു ദൂതൻ കൊന്ന് ഒറ്റ രാത്രി കൊണ്ട്. അത്രയ്ക്കൊരു ദൂതനെ ഒറ്റയ്ക്ക് പിടിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. ചേട്ടനെ പിടിച്ചുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? സ്വോത്രം ഉണ്ടോ? അപ്പോൾ ഇവിടെ നടന്നത് കായികപരമായിരിക്കുന്ന ഒരു മൽപ്പിടുത്തമല്ല. ഞാൻ ചോദിച്ചു, മോശയുടെ മസിലിനകത്ത് നിൽക്കാനുള്ള കരുത്തേ ഉള്ളൂ ദൈവമേ ചോദിച്ചോ? ദൈവം എന്നോട് കുഞ്ഞെ, ഞങ്ങൾ തമ്മിലുള്ള മസിൽ പിടുത്തമല്ല ഇവിടെ നടന്നത്. ഞാൻ പറഞ്ഞത് മോശ കേട്ടപ്പോൾ മോശ പറഞ്ഞത് ഞാനും കേട്ടു. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ നീ അനുസരിച്ചാൽ നീ പറയുന്ന വാക്കിനും ആമേൻ പറയുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയണം, ദൈവത്തെ ചോദ്യം ചെയ്യാതെ നീ അനുസരിച്ചാൽ നീ പറയുന്ന വാക്കിനും ആമേൻ പറയും എൻ്റെ ദൈവം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. സ്തോത്രം. അമ്പകൽ പറഞ്ഞത് ആവർത്തിക്കുക, നിങ്ങൾ നിങ്ങളുടെ അധികാരം തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ മേലുള്ള അഭിഷേകം തിരിച്ചറിയണം. നിങ്ങൾ സാധാരണക്കാരുടെ ദൈവത്തിൻ്റെ അഭിഷേകം ചുമന്നവരാ. തൻ്റെ ഇടത്തോട് പറഞ്ഞ, എൻ്റെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്ന വ്യാപാരത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. സ്തോത്രം. അവിടെ പാശ തേടി പോകല്ല വേണ്ടത്. നീ പറഞ്ഞാൽ ചിലത് നിന്നെ വിട്ടു പോകും, നീ കൽപ്പിച്ചാൽ നിന്റെ മുമ്പിൽ ചിലത് നിൽക്കും. യേശു പറഞ്ഞെന്നാ, നീ ഭൂമിയിൽ കെട്ടുന്ന ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്ന ഞാൻ സ്വർഗത്തിൽ അഴിക്കും. എൻ്റെ ചോദ്യം, നീ ഇവിടെ കെട്ടാതെ എങ്ങനെ സ്വർഗത്തിൽ ദൈവം കെട്ടുന്നേ? നീ ഇവിടെ അഴിക്കാതെ അങ്ങനെ സ്വർഗത്തിൽ ദൈവം അഴിക്കുന്നേ? ഇന്ന് രാത്രി അധികാരം തിരിച്ചറിഞ്ഞിട്ട് പറ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലത് ഞാൻ കൽപ്പിക്കുകയാ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ.
അപ്പോൾ കൽപ്പലക തല്ലിപ്പൊട്ടിച്ചേച്ച് വലിയ പുള്ളിയായിട്ട് ഇങ്ങോട്ട് വന്നേച്ചോ ഒറ്റ വിളി, യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അരയിൽ വാള് ചുറ്റിക്കൊണ്ട് ഒരു ജനസമൂഹം കടന്നു വരിക. അവരുടെ പേരാണ് ലേവ്യർ. മുഖം നോക്കാതെ, അപ്പനെന്നോ അമ്മയെന്നോ നോക്കാതെ അനീതിക്ക് വേണ്ടി ചലിച്ച സകലരെയും, അസത്യത്തിന് വേണ്ടി ചലിച്ച സകലരെയും വെട്ടി കൊന്നു. നോക്കൂ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പിനെ ഇന്നും എൻ്റെ ദൈവം ചോദിക്കുന്നു, സാരുണ്ട് യഹോവയുടെ പക്ഷത്ത് നിൽക്കാൻ. എന്താണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന സത്യം? റഫറൻസ് ഞാൻ പറഞ്ഞു വിടാം. ബൈബിൾ ഉദ്ദേശിക്കുന്ന സത്യം ഒന്ന്, യേശു സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, നമ്മുടെ കർത്താവ് സത്യമാണ്. സ്തോത്രം. നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, കലാലയങ്ങളിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ പഠനത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെയും യേശു ദൈവമല്ലെന്ന് ആരൊക്കെ പഠിച്ചാലും മൂക്കിനകത്ത് ശ്വാസമുള്ള കാലത്തോളം തൻ്റെ ഇടത്തോട് പറയണം, എൻ്റെ യേശു ദൈവമാണ്. ഇവിടെ ചിലർ പറയുന്നു യേശു ആകൊണ്ട് ദൈവമാണെന്ന് പറയാത്തത് കൊണ്ട് യേശു ആരല്ല, ദൈവമല്ല. പണ്ട് കേബ്രാം ബാസ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ സ്പ്രേ അടിച്ചേച്ച് മണക്കുന്നുണ്ടോ ചോദിച്ചു നടക്കേണ്ട കല്ല കാര്യമുണ്ട്. അടിച്ചാൽ പോരെ, മണത്തോളുമല്ലോ. യേശു ബോർഡ് കെട്ടി ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അവൻ്റെ പ്രവൃത്തി കൊണ്ടും ജനനം കൊണ്ടും ആരാധന സ്വീകരിച്ചതിലൂടെയും സ്തോത്ര സ്ത്രീകന്മാരുടെ എഴുത്തുകളിൽ കൂടെയും വ്യക്തമാണ് നമ്മുടെ കർത്താവ് ദൈവമാണ്. യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ വിളിച്ചു പറഞ്ഞ കുഞ്ഞിനെ കണ്ടെച്ച് പറഞ്ഞൊരു ദൂതുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. പ്രവചനത്തിൽ യേശു ദൈവമാണ്. കാറ്റിനെ ശാസിച്ചതിലൂടെ, മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെ, അത്തിയെ ശപിച്ചതിലൂടെ, പാപമോചനം കൊടുത്തതിലൂടെ യേശു ദൈവമാണ്. കിടക്കുന്നു വന്ന വിദ്വാൻമാര് പൊന്നെ മൂരെ കുന്തിരിക്കം മറിയുടെ കാൽക്കൽ വെക്കാതെ, യോസഫിന്റെ കാൽക്കൽ വെക്കാതെ യേശുവിന്റെ കാൽക്കൽ വെച്ചിട്ട് മത്തായി എഴുതി വെച്ചിരിക്കുന്നു, അവനെ നമസ്കരിച്ചു, അവനെ വർഷിപ്പ് ചെയ്തു. അതെന്തുകൊണ്ട്? അവൻ ആരാധനായതുകൊണ്ടാണ്. പൗലോസ് പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. തൻ്റെ അടുത്തോട് പറയണം, ആരൊക്കെ യേശു ദൈവമല്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി അഭിഷേകത്തോട് പറ, എൻ്റെ യേശു ദൈവമാണ്. എന്താണ് സത്യം? യേശുവാണ് സത്യം. 2, എന്താണ് സത്യം? വചനം സത്യം. യോഹന്നാന്റെ സുവിശേഷം 17:17, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു. എന്തുകൊണ്ട് വചനം സത്യം? 1, വചനം ദൈവത്തിൻ്റെ ശാസ്ത്രീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. 2, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലായ്മ കൊണ്ട് വചനം സത്യമാണ്. 3, ചരിത്രപരമായ സംഭവങ്ങൾ ഇതിനകത്ത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കൊണ്ട് വചനം സത്യമാണ്. ഇന്ന് രാത്രി ഈ സത്യത്തിന് വേണ്ടി യേശു നമ്മെ വിളിക്കുക. നീ ശ്രദ്ധിച്ചോണേ, ഉപദേശം പറയാം, പിണങ്ങരുത്. യേശു എന്ന സത്യം, വചനം എന്ന സത്യം, ഇതിനു വേണ്ടി യേശു വിളിക്കുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങളുടെ തിരത്തള്ളലുകൾ കൊണ്ടോ, ഉയർച്ച വരുമ്പോഴോ, പകൽ ഞാൻ പറഞ്ഞ പോലെ വിവാഹം വരുമ്പോഴോ, സ്റ്റേറ്റ് വിടുമ്പോഴോ, രാജ്യം വിടുമ്പോഴോ തള്ളിക്കളയേണ്ടതല്ല നാം പ്രാപിച്ച സത്യം. സ്തോത്രം. അല്ല, സ്തോത്രം. ഈ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവം എവിടെയെങ്കിലും ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ പല അമ്മച്ചിമാർ ഇവിടുന്ന് ചട്ടയും മുണ്ടിട്ട് അമേരിക്കയ്ക്ക് ഒരു പോക്ക് പോകും. 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ജീൻസും. സ്തോത്രമില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അമേരിക്ക ചെല്ലുമ്പോൾ വേറൊരു പ്രമാണവും, സ്തോത്രമല്ല. നെയ്യാറ്റിങ്കര വരുമ്പോൾ വേറൊരു പ്രമാണമില്ല. നമുക്കൊരു ഒറ്റ പ്രമാണമേ ഉള്ളൂ. സ്തോത്രമില്ല. ഈ കല്യാണം വരുമ്പോഴും എന്തില്ല? ഞാൻ പകൽ പറഞ്ഞ പോലെ ഉയർച്ച വരുമ്പോഴും വലിച്ചെറിയേണ്ടതല്ല നാം പ്രാപിച്ച പ്രമാണം. സ്തോത്രം. എനിക്ക് എബ്രായ ബാലന്മാരെ വലിയ ഇഷ്ടമാണ്. ഈ ബാബിലോണിൽ ചെന്ന് ഈ പിള്ളേരെ കൊണ്ട് നിൽക്കുമ്പോൾ രാജാവ് അവരുടെ പേരങ്ങ് മാറ്റി. പിള്ളേർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായി, പേരല്ലേ മാറ്റിയുള്ളൂ. ഭക്ഷണം അങ്ങോട്ട് മാറ്റിയപ്പോൾ അകത്ത് കിടക്കുന്ന പ്രമാണം അങ്ങ് ചലിച്ചു. നമ്മുടെ പിള്ളേർ വല്ലതും ആയിരുന്നെങ്കിൽ, ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞിട്ട്, ഈ കരിങ്കല്ല് ഇടിച്ച് പൊടിച്ച് കുഴച്ച് അതിനകത്ത് തേങ്ങ തിരുമ്മി കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്താലും ദഹിക്കുന്ന പ്രായം, യൗവന പ്രായം. ആ പ്രായത്തിൽ നമ്മുടെ പിള്ളേരായിരുന്നെങ്കിൽ രാജാവ് കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചേച്ച് ബാലസ് വരുന്ന പ്ലേറ്റും കൂടെ കഴിച്ചേച്ച് പറയും, പണ്ട് എൻ്റെ മേൽ ദൂതുള്ളതാ, കഴിക്കാത്ത ഭക്ഷണം കഴിക്കുമെന്നുള്ള ദൂതെന്ന് പറഞ്ഞാൽ പ്ലേറ്റും കൂടെ കഴിച്ചേനും. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്നാ കഴിക്കാത്തേ? സ്തോത്രം. എബ്രായ ബാലന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഇല്ല, ഞങ്ങളുടെ പാസ്റ്റർമ്മ ഇവിടെ ഇല്ല, ഞങ്ങളുടെ സഭയിൽ ഞങ്ങളെ അറിയുന്ന ആരുമില്ല, ഞങ്ങളുടെ ആലയം ഇവിടില്ല, ഞങ്ങളുടെ ആത്മീയതയ്ക്ക് പറ്റിയതൊന്നും ഇവിടില്ല, പക്ഷെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇവിടെയുണ്ട്.
മസ്കറ്റിൽ പോയാലും ഷാർജയിൽ പോയാലും ബാംഗ്ലൂർ പോയാലും ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, ബോംബെ പോയാലും ഡൽഹി പോയാലും നിന്റെ അപ്പനും അമ്മ ഇല്ലാത്ത സ്ഥലത്ത് നിന്റെ ദൈവം അവിടെയുണ്ട്. നീ ആരാധിച്ച സ്ഥലത്തെ പാസ്റ്റർ കാണില്ല, നീ ആരാധിച്ചെടുത്ത പാസ്റ്റമ കാണില്ല, പക്ഷെ നീ ആരാധിക്കുന്ന ദൈവം അവിടെയുണ്ട്. സ്വത്രം തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം, എന്നെ വഷളാക്കാൻ വരുന്ന ബന്ധങ്ങൾ, എൻ്റെ ആത്മീയരെ തുലയ്ക്കാൻ വരുന്ന ബന്ധങ്ങൾ, ഇത് വരുമ്പോൾ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഞാൻ കൃപയുള്ള ദൈവത്തിന്റെ പൈതല, ഞാൻ സത്യത്തിന്റെ ശേഷിപ്പാണ്. 2 വർഷം കുമരകത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം നൽകി. അവിടെയുള്ള എൻ്റെ വിശ്വാസ സമൂഹങ്ങളൊക്കെ സ്വത്രം ഈ മീൻപിടുത്തക്കാരാണ്. മാത്രമല്ല കുമരകം ബോട്ട് ക്ലബിന് വേണ്ടി വള്ളം തുഴയുന്നവരായിരുന്നു. അതിനകത്ത് തങ്കച്ചൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്, ഇന്നും അത് അവിടുത്തെ വിശ്വാസിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ പറയാറുണ്ട്. എന്നോട് പറഞ്ഞു, ഭാഷേ ഞാൻ ബോട്ട് ക്ലബിന് വേണ്ടി തുഴയുന്ന അമരത്ത് നിൽക്കുന്നവനായിരുന്നു. അമരത്ത് കണ്ടിട്ടില്ല, വലിയൊരു വളഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത് വലിയ അമ്മയൻ സ്വത്രം ഈ തുഴയുമായിട്ട് നിൽക്കുന്ന പുള്ളിയുടെ പേരാണ് ഈ അമരക്കാരൻ എന്ന് പറയുന്നത്. ഈ അമരത്ത് നിൽക്കുന്ന ഇദ്ദേഹം വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചു. കാരണം ഇതിനകത്തൊരു പൈശാചികത ഉണ്ട്, ഇവിടെ പറയാൻ കൊള്ളുകയില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഒരു പൈശാചികത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവ്വം തങ്കച്ചനിൽ നിന്ന് വഴിമാറി. വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിൽ വന്നപ്പോൾ ബോട്ട് ക്ലബ്ബുകാർ പറഞ്ഞു, തങ്കച്ച നീ വരണം, അമരത്ത് നിൽക്കണം, 5 ലക്ഷം രൂപ തരാമെന്ന്. നിങ്ങൾ വിചാരിക്കുക എന്നെ വല്ലതും വിളിച്ചായിരുന്നെങ്കിൽ. സ്വോത്രം. അങ്ങനെ മാറി നിന്ന് തങ്കച്ചനെ ദൈവം മാനിച്ച ദേശത്ത് നല്ലൊരു വീട് കൊടുത്തു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, മീൻ പിടിക്കാനല്ലാതെ ഒരു പണി അറിയില്ല. പക്ഷെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞണം, സത്യത്തിന് വേണ്ടി നീ മാറി നിന്നാൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്താൻ തയ്യാറാ. അസത്യക്കാരുടെ ഇടവിലും ആമേൻ തെറ്റുകാരുടെ നടുവിലും കടന്നു ചെല്ലുമ്പോൾ ഇന്ന് രാത്രി പറയണം, എൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്, ഞാൻ പിടിച്ചിരിക്കുന്നൊരു സത്യമുണ്ട്. അത് കൈമോശം വരാൻ, അത് മൂല്യചോഷണം വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ സത്യത്തിന് ശേഷിപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ സന്ദേശം ടാർഗറ്റ് ചെയ്യുന്നതിന് ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ, എനിക്ക് ആവേശ പിള്ളേരാ. ഞാൻ നല്ല പ്രായത്തിൽ പ്രസംഗിക്കാൻ ഇറങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കേട്ടോണം മോനെ കേട്ടോണം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദുക്കളായിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് സിന്ദൂരം കൊണ്ടുവന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെയും നെറ്റിക്ക് ഇങ്ങനെ തൊടുക. ഓർത്തഡോക്സുകാരനും കത്തോലിക്കനും എല്ലാം തൊട്ട് നിൽക്കുമ്പോൾ അവസാനം എന്നെ അവന്മാർ കയറി പിടിച്ചു. ഞാൻ വഴുതി ഓടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന ദൈവത്തിൻ്റെ പൈതല, എൻ്റെ നെറ്റ് ഞാൻ അതിന് തരില്ല. അങ്ങനെ അന്ന് മാറി നിന്നതുകൊണ്ട് കൃപയാൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ ഇടയായത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഹോളിനകത്ത് കാണിക്കുന്ന വിശുദ്ധിയുടെ അനുഭവം നിൻ്റെ പഠന സ്ഥലത്ത് നീ കാണിക്കണം. നീ പാർക്കുന്ന ഇടങ്ങൾ, നിൻ്റെ ഹോസ്റ്റലിൽ, നിൻ്റെ കലാലയ ക്യാമ്പസുകളിൽ ഇന്ന് രാത്രി പറയണം, ഞാൻ സത്യത്തിൻ്റെ ശേഷിപ്പാ, ഞാൻ സത്യത്തിൻ്റെ ശേഷിപ്പാ. മനസ്സിലായോ? അതിനൊത്തിരി പേരൊന്നും കാണുകയില്ല, പക്ഷെ ഒറ്റയ്ക്കേ നിൽക്കേണ്ടി വരത്തുള്ളൂ. ഒരിക്കൽ മോശ ഇങ്ങനെ കൂടാരവാതിൽക്ക് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരിക. സ്തോത്രം. ഇപ്പോൾ എല്ലാം അങ്ങനെ ആണല്ലോ, പിടിച്ചോണ്ട് വരുമ്പോഴറിയുന്നത് പിടിച്ചോണ്ട് വന്നെന്ന്. പണ്ടിങ്ങനെ ഒരു കാർട്ടൂൺ കണ്ടു, ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, അപ്പം ഇതാരടാ? പപ്പ, ഇതാണ് ഇമെയിൽ വഴി വന്ന ഫീമെയിൽ. സ്തോത്രം. എന്തോ ഇമെയിൽ വഴി വന്ന ഫീമെയിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പെണ്ണിനെ കൊണ്ട് പിടിച്ചോണ്ട് വരുമ്പോൾ മോശ അകത്തോട്ട് പോയി തലയെ കുടിച്ച് പ്രാർത്ഥിക്കാനും കയറി പോയപ്പം സ്തോത്രം, ഫീനഹാസ് എന്ന് പറയുന്ന മനുഷ്യൻ കയ്യിലൊരു കുന്തവും കൊണ്ട് ചെന്ന് രണ്ടിൻ്റെയും ഉദരം തുളയും വണ്ണം കുത്തി. ഈ മോശ എന്താ അന്നേരം പ്രാർത്ഥിക്കാൻ കയറിപ്പോയെന്നറിയാവോ? ഭാര്യയുടെ സ്വന്തക്കാരിയെ പിടിച്ചോണ്ട് വരുന്നത്. സ്തോത്രം പറഞ്ഞില്ല. ഭാര്യയുടെ സ്വന്തക്കാരിയെ പിടിച്ചോണ്ട് വന്നപ്പോൾ പുള്ളി മിണ്ടാതെ അകത്തോട്ടങ്ങ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. സ്വന്തവും ബന്ധവും വരുമ്പോൾ മറച്ചിടേണ്ടതല്ല സത്യം. തെറ്റ് കാണിക്കുന്നവൻ തെറ്റുകാരനാണെങ്കിൽ തെറ്റെന്ന് സന്റേടത്തോട് പറയണം. അതാ നാം പ്രാപിച്ച സത്യത്തിൻ്റെ മഹത്വം. നിൽക്കാൻ ആശയമുണ്ട്, ഞാൻ വിടുക. പകൽ ഞാൻ പറഞ്ഞ ഒരാശയം കൂടെ പറയുന്നു. സത്യത്തിന് വേണ്ടി നിന്ന എബ്രായ ബാലന്മാർ എല്ലാവരും വണങ്ങുമ്പോഴും എല്ലാവരും നമസ്കരിക്കുമ്പോഴും മാറി നിന്നുകൊണ്ട് തങ്ങളുടെ വിശുദ്ധിയും പ്രമാണത്തെ കാത്തു സൂക്ഷിച്ചിട്ട് അവർ പറഞ്ഞ ദൂത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, കാരണം ഞങ്ങൾ സത്യത്തിന് ശേഷിപ്പാണ്. ഇതിന്ന് രാത്രി ഒരു ചലഞ്ചായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ദൈവത്തിന് വേണ്ടി നീ മാറി നിന്നാൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാ.
ഒറ്റപ്പെട്ടെന്ന് വരാം, ബന്ധുക്കാർ അവഗണിച്ചെന്ന് വരാം, ബന്ധുക്കാർ കളിയാക്കിയെന്ന് വരാം. പക്ഷേ എവിടെ നീ ആ വചനത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നെ മാനിപ്പാൻ ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവശക്തനാണ്. സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ ദൈവം തരയുന്നു. ആ ചിന്തയ്ക്ക് വിരാമം. 2, സത്യ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കാൻ ദൈവം ഒരു ശേഷിപ്പിനെ തരയുന്നു. നമ്മൾ വായിച്ച റോമാലേഖനം തന്നെ 11-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കും. അടുത്ത വാക്യം. അവൻ അരുളപ്പാടുണ്ടായത്, ബാലിന് മുട്ടുകുത്താത്ത, ശ്രദ്ധിച്ചു, ബാലിന് മുട്ടുമുടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. 1, സത്യത്തിന് വേണ്ടിയുള്ള ശേഷിപ്പാണെങ്കിൽ 2, സത്യ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ശേഷിപ്പാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉലക ചരിത്രത്തിൽ നമുക്ക് കിട്ടിയ ആരാധനയാണ് സത്യ ആരാധന. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് പൈശാചികത്വമില്ല, ഇതിനകത്ത് പ്രാകൃതമില്ല, നാക്ക് വെളിയിലോട്ട് നീട്ടുന്നില്ല, കവളിക്കൂടെ ശൂലം കുത്തിയിറക്കുന്നില്ല. വികൃതമല്ല നമ്മുടെ ആരാധന. നമ്മുടെ ആരാധനയ്ക്ക് ഒരു വലിയ മഹത്വമുണ്ട്, അല്ലേ? നമ്മുടെ ശവക്കോട്ട പോലും കണ്ടാൽ നമുക്ക് മരിക്കാൻ തോന്നുകയല്ലേ? ചെടിയെല്ലാം വെച്ച് പെയിൻറ്റും എല്ലാം അടിച്ച് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. ചില സെമിത്തേരി കണ്ടാൽ നമുക്ക് അവിടെ പോലും നമുക്ക് പ്രത്യാശയാണ്. മനസ്സിലാകുന്നുണ്ടോ? ശാന്തിക വടത്തിൽ ചെന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ എത്തിപ്പോലും നോക്കുമോ? കണ്ട പേടി വരും. പക്ഷെ നമ്മുടെ കല്ലറ കണ്ടാൽ നമുക്ക് ആരോട് പറയാൻ? അവിടെ പോലും നമുക്ക് പ്രത്യാശയാണ്. എന്തുകൊണ്ട് നമ്മുടെ ആരാധന സത്യ ആരാധനയാകുന്നു? ഇവിടുത്തെ വിഷയം എന്നാ? ഇസബേൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഉപദേശി വായിക്കും ബൈബിളും കൂടെ സിബിട്ടേച്ച് ചൂരച്ചെടിൽ തണൽ വന്ന് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ശുശ്രൂഷ കിട്ടുന്ന ധൈര്യമൊന്നും ചിലപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കിട്ടണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ചില ദൈവദാസന്മാർ കണ്ടില്ലേ, ഭൂതത്തെയൊക്കെ പുറത്താക്കി വാചാലമായിട്ട് അതിനെ വലിച്ചടിച്ച് അതിൻ്റെ ഭൂതത്തെ എല്ലാം പുറത്താക്കി കഴിഞ്ഞ് പുള്ളിക്ക് പോകാൻ പേടിയാണ്. കാരണം പോകുന്ന വഴിക്ക് സാധനത്തെ പുറത്താക്കിയത്. സ്വോത്രമില്ല. നീ ആരാ, എവിടെ നിന്ന് വന്നു, പേരെന്താ? പേര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി പോകുന്ന വഴിക്കുള്ള സാധനമാണ്. പിന്നെ പാശ അവിടെ വരെ നമ്മൾ കൊണ്ടുവിടണം. മനസ്സിലാകുന്നുണ്ടോ? ശുശ്രൂഷ കിട്ടുന്ന ധൈര്യമൊന്നും ജീവിതത്തിൽ കിട്ടണമെന്ന് പറഞ്ഞേ ഇല്ല. സ്തോത്രം. ഇസബേലിൻ്റെ കത്തിയുടെ മുൻപിൽ പേടിച്ചു പോയ ഏലിയാവ് മരിക്കാൻ ചുരച്ചിൽ തടലിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ തട്ടി കൊണ്ടെത്തി ഭക്ഷണം കൊടുത്ത് ഹോരേബിൻ്റെ മലമടക്കോടെ ഓടിച്ചെന്നവൻ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ ദൈവം ചോദിച്ചു, ഏലിയാവ്, ഇവിടെ എന്താ നിനക്ക് കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കേണ്ടവനല്ല, നീ പുറത്തു വരേണ്ടവനാണ്. സ്തോത്രം. അങ്ങനെ ദൈവം ചോദ്യം ചെയ്തപ്പോൾ ഈ വ്യക്തി ദൈവത്തോട് വാദിക്കുകയാണ്. ആമേൻ. ഇസ്രായേലിൻ്റെ ആൾക്കാർ എൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പിടിച്ചു കളഞ്ഞു, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. തമ്പുരാൻ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രി സഭ തിരിച്ചറിയണം, ഇതിനകത്തിരിക്കുന്ന നമ്മൾ മാത്രമല്ല, ചിലരെ കൂടി ദേശത്ത് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരുവാൻ, അവരെ അഭിഷേകം ചെയ്യാൻ ഒരു നിയോഗമാണ് ദൈവം നിനക്ക് കൈമാറിയത്. സ്തോത്രം. എന്തുകൊണ്ട് നമ്മുടെ ആരാധന സത്യ ആരാധനയായി? നിങ്ങൾ അറിയണം, നമ്മുടെ ആരാധനയ്ക്ക് ക്ലിപ്തമായിരിക്കുന്ന ഒരു സമയമില്ല. സ്തോത്രം. പിന്നെ വൈകിട്ട് വിശപ്പും പരവേശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 9 അങ്ങ് നിർത്തുന്നേ. വന്നപ്പോൾ എത്ര പ്രാവശ്യം വായിക്കോട്ടെ വിട്ട് വായിച്ചാൽ നോക്കി, യോഗത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായിരിക്കുന്ന ക്ലോക്ക് നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ 9 അങ്ങ് ക്ലോസ് ചെയ്യുക. പക്ഷെ നമ്മുടെ ആരാധനയ്ക്ക് ക്ലിപ്തമായിരിക്കുന്നൊരു സമയമില്ല. ഇപ്പം ഡിസംബർ അങ്ങോട്ട് കഴിയുമ്പോൾ പലയിടത്തും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, വേഗത്തിൽ അടയ്ക്കണം, ട്രെയിനെ കൂടെ വരാൻ പറ്റുന്നില്ല, നാറ്റം കൊണ്ട് ഭക്തന്മാരുടെ. സ്വത്രം വരുന്നില്ല. മനസ്സിലാവും, പെട്ടെന്ന് അങ്ങ് അടച്ചേക്കണേന്ന്. മനസ്സിലാവുന്നുണ്ടോ? മാസവും ആണ്ടുകളുമല്ല നമ്മുടെ ആരാധന. ദാരിയവേശ് രാജാവിൻ്റെ അടുക്കൽ ആൾക്കാർ എന്ന് പറഞ്ഞു, രാജാവേ, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയിലിടണം. അപ്പോൾ രാജാവിൻ്റെ എത്ര ദിവസം പ്രാർത്ഥിച്ചാൽ മതി? 30 ദിവസം പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ആരാധന 30 ദിവസമല്ല, 30 മണിക്കൂറല്ല, 30 വർഷമല്ല. ആരാധിക്കുന്നവൻ്റെ മൂക്കിൽ എന്ന് ശ്വാസമുണ്ടോ അന്ന് വരെയാണ് നമ്മുടെ ആരാധന. നമ്മുടെ ആരാധന സമയബന്ധിതമല്ല. ഈ പള്ളി അടച്ചാലും പൂട്ടിക്കൊണ്ട് പാസ് താക്കോലും കൊണ്ട് വീട്ടിൽ പോയാലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റിയൊരിടമുണ്ട്, അത് ദൈവസന്നിധിയാണ്. സമയബന്ധിതം കൂടാതെ. ആ കോണ്ടക്സ്റ്റാണ് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട്
തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എന്തോ മനസ്സിലായി? പഴയ നിയമത്തിലെ കൃപാസനത്തിൽ എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല, എങ്ങനെയും ചെല്ലാൻ പറ്റത്തില്ല, ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ഒന്ന്, എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല. കാര്യമെന്നാ? ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ചെല്ലണം. എല്ലാവർക്കും ചെല്ലാൻ പറ്റത്തില്ല. ആര് ചെല്ലണം? മഹാപുരോഹിതൻ ചെല്ലണം. എങ്ങനെയും ചെല്ലാൻ പറ്റത്തില്ല. പഞ്ഞു നൂൽക്കൊണ്ടുള്ള തൊപ്പി, പഞ്ഞു നൂൽക്കൊണ്ടുള്ള കാൽച്ചട്ട, പഞ്ഞു നൂൽക്കൊണ്ടുള്ള ഇടക്കെട്ടും കെട്ടിക്കൊണ്ട് ചെല്ലണം. പക്ഷെ പൗലോസ് പറയുന്നു, പുതിയ നിയമം വെളിപ്പെടുത്തുന്ന കൃപാസനം തടി കൊണ്ടുണ്ടാക്കിയ കൃപാസനമല്ല. പുതിയ നിയമ കൃപാസനം ദൈവ സന്നിധിയാണ്. ഇവിടെ ആർക്കും വരാം, ഇവിടെ എങ്ങനെയും വരാം, ഇവിടെ എപ്പോഴും വരാം. സ്വത്രം. പഴയ നിയമ കൃപാസനമാണെങ്കിൽ ഈ തിളങ്ങുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് ചെല്ലാൻ പറ്റുകയല്ല, ഈ ചുരിദാർ ഇട്ടുകൊണ്ട് ചെല്ലാൻ പറ്റില്ല, ഇതുപോലെ വർണ്ണശബളമായിട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് ചെല്ലാൻ പറ്റില്ല. പ്രത്യേക വസ്ത്രം വേണം. പക്ഷെ പൗലോസ് പറയുന്നു, ഈ കൃപാസനത്തിൽ എങ്ങനെയും വരാം. ഇവിടെ ഡ്രസ് കോഡ് വിഷയമല്ല, ഇവിടെ സമയം വിഷയമല്ല, ഇവിടെ ആള് വിഷയമല്ല. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ചെന്ന ഇടത്തേക്ക് കൃപയാൽ നമുക്കെല്ലാം ഓടിച്ചെല്ലാൻ ഒരു സ്വാതന്ത്ര്യ ദൈവം തന്നിരിക്കുക. തൻ്റെ ഇടത്തോട് വചനത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പറ, നമ്മുടെ ആരാധന സമയബന്ധിതമല്ല. ഏത് സമയത്തും മുട്ടുമടക്കിയാൽ യേശുവോടെ പ്രസൻറ്റാ. സ്വതന്ത്രം. അതിന് ഉപോത്ബലകമാകുന്നൊരു തെളിവ് കൂടെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഉറങ്ങാത്ത ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ ആരാധന പാത്രം. ഒന്ന്, സമയബന്ധിതമല്ല. രണ്ട്, നമ്മുടെ ആരാധന സ്ഥലബന്ധിതമല്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിശുദ്ധ സ്ഥലമില്ലാത്ത ഒരൊറ്റ വർഗമേ ഉള്ളത് പെന്തക്കോസുകാരാണ്. സ്വതന്ത്രം. അറിയപ്പെടുന്ന ദൈവസഭകളായിരിക്കുന്ന കുമ്പനാടും പുനലൂരും മുളക്കിഴയും ഒന്നും നമ്മുടെ വിശുദ്ധ സ്ഥലമല്ല. ഭൂമിയിൽ വിശുദ്ധ സ്ഥലമില്ലാത്ത ഒരു വിഭാഗമുള്ളത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, നീ അടുക്കളയ്ക്കകത്ത് മുട്ടുകുത്തിയാലും ഞാൻ അവിടെ വരാം. മനസ്സാകുന്നുണ്ടോ? യെരുശലേമിൽ പോയ വിടുതൽ പ്രാപിച്ചിട്ടുള്ളെങ്കിൽ ഗതികേടായിപ്പോൾ. ഈ പൈസ ഇല്ലാത്ത നമ്മളെങ്ങനെ? നമുക്ക് തിരുവനന്തപുരം വരെ പോകാൻ വണ്ടിക്കൂലിയില്ല. യെരുശലേമിൽ ദൈവം വെളിപ്പെടുന്നത് നമ്മളൊക്കെ എങ്ങനെ പോകുമായിരുന്നു വെച്ചാൽ, കൃപയാൽ റോഡിൽ മുട്ടുമടക്കിയാലും ഓടുന്ന വണ്ടിക്കകത്തിരുന്ന് കരഞ്ഞാലും എൻ്റെ ദൈവം അവിടെ പ്രസൻ്റാണ്. നമ്മുടെ ആരാധന സ്ഥലബന്ധിതമല്ല, നമ്മുടെ ആരാധന സമയബന്ധിതമല്ല. മൂന്ന്, നമ്മുടെ ആരാധന വസ്തുബന്ധിതമല്ല. നമ്മൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനോടല്ല, നമ്മുടെ ആരാധന വ്യക്തിയാണ്, നമ്മുടെ കർത്താവായ യേശു. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഈ ആരാധനയ്ക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം തരിക. ഭൂമിയുടെ പരപ്പിൽ എവിടെ പോയാലും തൻ്റെ ഇടത്തോട് പറയണം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ് സത്യദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ആരാധനയാണ് സത്യ ആരാധന. ഇതിനപ്പുറത്തുള്ളതെല്ലാം പൈശാചികത്വമാണ്, ഇതിനപ്പുറമുള്ളതെല്ലാം അനാചാര ദുരാചാരമാണ്. പക്ഷെ കൃപയാൽ ഇന്ന് രാത്രിയിലും ഈ സത്യ ആരാധനയിലേക്ക് നമ്മെ കൊണ്ടുവന്ന, നമ്മെ വിളിച്ച, നമ്മെ തെരഞ്ഞെടുത്ത നമ്മോടുള്ള ദൈവത്തിന്റെ കൃപാകടാക്ഷത്തിനാൽ കാരമുയർത്തി സ്വത്രം പറ, ഈ രാത്രി ഞാൻ സത്യ ആരാധന ശേഷിപ്പാ. മൂന്നാമത്തെ ശേഷിപ്പ്, സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ ദൈവം തിരയുന്നു. വേഗം വായിക്കൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായി തീരും. പിന്നെ എങ്കിലും കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അതിന്റെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെ ശേഷിപ്പ്, സാക്ഷ്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ശേഷിപ്പിനെ വേണം. സ്വതന്ത്രം. വളച്ചുകെട്ടില്ലാതെ വിശദീകരണം ഇല്ലാന്ന് ഞാൻ പറയാം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ കാലഘട്ടം തീരുമ്പോൾ നമ്മുടെ ബൈബിൾ എടുക്കാൻ നമ്മുടെ കുടുംബത്തിൽ ഒരാളില്ലാതെ പോകരുത്. സ്തോത്രം, സ്തോത്രം. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ച ഒത്തിരി സാധനങ്ങളൊക്കെ ഈ ഓർമ്മയുടെ സ്തംഭങ്ങളായിട്ട് പലരും തിരുപ്പുണ്ട്. കുമരസയിലോട്ടൊക്കെ പോയാൽ പഴയ ആട്ടുകല്ലും പഴയ ചക്രമൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ പിന്നെ അതെല്ലാം വീട്ടിൽ നമ്മൾ മേടിച്ച് പോളിഷൊക്കെ ചെയ്തുകൊണ്ട് വെച്ചേക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഒരു പുരാവസ്തുവായിട്ട് ബൈബിൾ നമ്മുടെ വീട്ടിൽ തീരരുത്. കരിമരവും കരിവേലും വെട്ടിയിട്ടാൽ അതിൻ്റെ കുറ്റി ശേഷിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത് ഈ വചനം എടുക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കണം. സ്വതന്ത്രം. എൻ്റെ തലമുറ ഈ ബൈബിൾ എടുക്കണമെങ്കിൽ ഈ ഞാനെടുത്ത് ഈ ബൈബിൾ കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം. ഒന്ന്. രണ്ട്, ഇതെടുത്തതിനനുസരിച്ച് ഞാൻ ജീവിച്ചില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ തലമുറ ഇതിനകത്ത് വരുത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ വിളിച്ചു പറയുന്നത്, നമ്മുടെ തലമുറയെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സൺഡേ സ്കൂളുകാരെ അല്ല, പ്രാർത്ഥിക്കുന്ന നിന്നെയാണ്. സ്തോത്രം.
അപ്പം നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ ഈ ബൈബിൾ എടുക്കുന്നവനും ആരാധിക്കുന്നവനും അന്യഭാഷ പറയുന്നവനും ഉപവസിക്കുന്നവനും നമ്മുടെ കുടുംബത്തിനകത്തില്ലാതെ പോകരുത്. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വളരെ ആവശ്യബോധത്തോടും വളരെ ആത്മഭാരത്തോടും വിളിച്ചു പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. ഹാലലൂയ. നമ്മുടെ കണ്ണടയുന്നതിന് മുൻപ് അഭിഷേകത്തിൽ നിറയുന്ന തലമുറയെ കണ്ടേച്ച് കണ്ണടച്ചോണം. ഉപവാസത്തിന് ഉപവസിക്കുന്ന തലമുറയെ കണ്ടോണം. അന്യഭാഷ പറയുന്ന തലമുറയെ കണ്ടോണം. മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയെ കാണണം. എന്റെ ചോദ്യം, അന്യഭാഷ പറയാത്ത അപ്പനും അമ്മയ്ക്കും അന്യഭാഷ പറയാത്ത തലമുറയെ കാണാൻ പറ്റുമോ? മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കാത്ത അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥിക്കുന്ന തലമുറയെ കാണാൻ പറ്റുമോ? ഞാനൊരു ചലഞ്ചായിട്ട് ചോദിക്കുന്നു, എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ നിന്റെ തലമുറ? കരയുന്ന ഒരു അപ്പനെ നിന്റെ തലമുറ കണ്ടിട്ടുണ്ടോ? സ്വോത്രം. പിന്നെ എങ്ങനെ നമ്മുടെ തലമുറ ദൈവകൃപ വരും? പണ്ടൊരിക്കലൊരു പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പം പാസ്റ്റർ പറഞ്ഞു നമുക്ക് സന്ധ്യാപ്രാർത്ഥന നമുക്ക് നടത്താം. പാസ്റ്റർ പെട്ടെന്ന് കുനിഞ്ഞു നിന്നപ്പോൾ ആ വീട് ചെറുക്കനോടി പാസ്റ്റർ പുറത്ത് കയറിയിരുന്നു. വാ അങ്കിളെ നമുക്ക് ആന കളിക്കാം. ആ വീട്ടിൽ കുനിഞ്ഞ് ഇന്നിങ്ങനെ ഒരു ഇരിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ആന കളിക്കാനേ ഉള്ളല്ലോ, പ്രാർത്ഥിക്കാൻ അവിടെ ആരും മുട്ടുമടക്കിയിട്ടില്ല. ഇന്ന് ഞാൻ പറയുന്നു, നമ്മുടെ തലമുറ അന്യഭാഷ പറയണമെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങണം. നമ്മുടെ തലമുറ കൈയടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൈയടിച്ച് തുടങ്ങണം. നമ്മുടെ ആത്മീയതയെ സകലതും കണ്ടുപിടിക്കുന്നൊരു തലമുറ നമ്മുടെ ചുറ്റുമിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വളരെ ആവേശത്തോട് പറയാം, നിന്റെ തലമുറ ഇന്ത്യ ഭരിച്ചില്ലേലും, നിന്റെ തലമുറ കളക്ടറായില്ലേലും ഇന്ന് രാത്രി ഒന്ന് പറയണം, എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് ആരാധിക്കുന്ന തലമുറ, അഭിഷേകമുള്ള തലമുറ, പ്രാർത്ഥിക്കുന്ന തലമുറ, പ്രസംഗിക്കുന്ന തലമുറ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുന്ന, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു തലമുറ എൻ്റെ കുടുംബത്തിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ശമര്യയുടെ പട്ടണത്തിൽ ഉണർവുണ്ടാക്കി അനുഗ്രഹീതനായിരിക്കുന്ന സുവിശേഷകൻ ഫിലിപ്പോസ് ഉപദേശി ഒരു വേള ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ശമര്യയിലെ ശുശ്രൂഷ തീർന്ന് വേഗം ഗസയ്ക്ക് ചെല്ലുക. നിർജ്ജനമായിരിക്കുന്ന ഗസയിൽ ചെന്ന് ശുശ്രൂഷ നിവരിച്ച അനന്തരം ദൈവാത്മാവ് ആ മനുഷ്യനെ എടുത്തുകൊണ്ട് പോയെന്ന വചനം എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്തൊരു പരാമർശമാണ്. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ കാണുന്നത് കൈസരിയിലാണ്. കൈസരെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരിക്കൽ പൗലോസ് ഗസ്റ്റായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ആ ഉപദേശിക്ക് 4 പെൺപിള്ളേർ. അല്ലെങ്കിൽ ഈ പാസ്റ്റർമാർക്കെല്ലാം പെൺപിള്ളേരാ, എനിക്ക് ഒരെണ്ണം പെണ്ണ. സ്തോത്രം. ഈ 4 പിള്ളേർ, ഒരാൾ MBBS ഒരാൾ MBA എന്നല്ല എഴുതിയിരിക്കുന്നത്. 4 പേരും പ്രവാചകിമാർ. അപ്പൻ പ്രവാചകനായി പ്രസംഗകനായി തീർന്നപ്പോൾ അപ്പൻ്റെ കാലഘട്ടം കൊണ്ട് അഭിഷേകം തീർന്നില്ല. തലമുറയുടെ നാവിനെ ദൈവാത്മാവ് തൊട്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്നെ പിടിച്ച ദൈവകൃപ, ഞാൻ അനുഭവിക്കുന്ന ദൈവമഹത്വം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എൻ്റെ കാലഘട്ടം കൊണ്ട് തീരാനല്ല, എൻ്റെ തലമുറയിലേക്ക് അത് വ്യാപരിക്കട്ടെ. ഓ, കരമടിച്ചിട്ട് പറ, എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നതിന് മുൻപ്, ഞാൻ ഈ ലോകം വിട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ തലമുറ കൃപയ്ക്കകത്ത് വരട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും തലമുറയ്ക്ക് വേണ്ടി? എത്ര പേര് തലമുറയ്ക്ക് വേണ്ടി കരയും? കരയേണ്ട വിഷയം മറ്റൊന്നുമല്ല. കർത്താവേ, ഞാൻ കൃപയിൽ ആരാധിക്കുന്നവരെ എൻ്റെ തലമുറയും ആരാധിക്കണം. ഞാൻ പറഞ്ഞ അന്യഭാഷ എൻ്റെ കാലഘട്ടം കൊണ്ട് തീരരുത്. അവസാനത്തെ മണ്ണുവാരി എൻ്റെ ശവപ്പെട്ടിക്ക് പാർശ്വന്മാർ ഇട്ടേച്ച് പോകുന്നതിന് മുൻപ് എനിക്കൊന്ന് കാണണം, ഞാൻ ആരാധനയ്ക്ക് പോകുന്ന പോലെ സന്തോഷത്തോടെ ആരാധിക്കുന്നൊരു തലമുറ. ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു, കരിമരവും കരിവേലും വെട്ടിയിട്ടാൽ അതിൻ്റെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. നമ്മുടെ കാലഘട്ട ശേഷം ഈ തലമുറയിൽ അംഗങ്ങളായിരിക്കേണ്ടതാണ് ഈ കുഞ്ഞുങ്ങൾ. ഇവർ കൃപ നിൽക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ അവിടെ ഉയരണം. വീടുകൾക്കൊക്കെ ആരാധന ഉയരണം. വീടുകൾക്കൊക്കെ തൻ്റെ ഭാഷ പറയണം. വീട്ടിനകത്ത് മുഴങ്കാലെന്ന് പ്രാർത്ഥിക്കണം. നിന്റെ തലമുറ പറയണം, എനിക്ക് പ്രാർത്ഥിക്കുന്നൊരപ്പനുണ്ടായിരുന്നെന്ന്. പലപ്പോഴും കരയുമ്പോൾ എൻ്റെ കൊച്ചുപ്രായത്തിൽ എൻ്റെ കൊച്ചുകൂടി വന്നതിനെ മടിക്കരം ചോദിക്കും, എന്തിനാ പപ്പ കരയുന്നേ? അവളെ കാണിക്കാനല്ലെങ്കിലും ഇന്നിക്ക് സന്തോഷത്തോടെ പറയണം, അവൾ അറിയണം അവൾക്ക് കരയുന്നൊരപ്പനുണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി ഉപവസിച്ചാലേ വിടുതലുള്ളെന്ന്. ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു, ഇന്ന് എനിക്ക് പരീക്ഷയാണ്, നിങ്ങൾ 2 പേരും എനിക്ക് വേണ്ടി ഉപവസിക്കണമെന്ന്. 9 വയസ്സുകാരി എവിടുന്ന് കിട്ടി? അവിടെ അപ്പൻ ഉപവസിക്കുന്ന അവർക്കറിയാം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്ദേശം ഇന്ന് രാത്രി, നിന്റെ ആത്മീക ജീവിതത്തിൻ്റെ കറപുരളാത്തൊരാത്മീകത, നിന്റെ ആത്മീകത നിന്റെ കാലഘട്ടം കൊണ്ട് തീരത്തില്ല. നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കാൻ പ്രാർത്ഥിച്ചോണം. നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ ബൈബിൾ വായന നിന്റെ തലമുറയിലേക്കും അത് വ്യാപരിക്കണം. സാക്ഷ്യത്തിന് വേണ്ടിയുള്ള ശേഷിപ്പ്. 4 വായിക്കാം. മത്തായി സുവിശേഷം 22 അധ്യായം അതിൻ്റെ 14 വാക്യം. നിത്യതയ്ക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം തരികയാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. കോണ്ടക്ഷൻ നമുക്കറിയാം. രാജപുത്രൻ്റെ കല്യാണം വന്നപ്പോൾ ചെറുതായ്ക്കളായിരിക്കുന്ന ഒത്തിരി മനുഷ്യർ. ക്ഷണിച്ചവരെ കാണാതെ വന്നപ്പോൾ വേലക്കാരെ അയച്ചിട്ട് ചോദിച്ചു, എവിടെ പോയി? ഒരുത്തൻ പറഞ്ഞു, കാളയെ മേടിച്ചേക്കുന്ന ശോധന കഴിക്കാൻ പോവാ. മറ്റൊരുത്തൻ പറഞ്ഞു, നിലം മേടിച്ചിരിക്കുന്നു, അതും പരിശോധിക്കാൻ പോവാ. ഈ പറഞ്ഞത് മൊത്തം വിവരക്കേടാണ്. മനസ്സിലാകുന്നുണ്ടോ? കള്ളം പറഞ്ഞ് സവായം മുടക്കിയാൽ പിന്നെ പറയുന്ന മൊത്തം പൊട്ടത്തരമായിരിക്കും. സ്വതന്ത്രം പറഞ്ഞില്ല. എന്നാച്ചാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അത് ആശുപത്രിയിൽ പോയി. അന്നേരം അമ്മ പറഞ്ഞ ആശുപത്രിയല്ല, വീട്ടിൽ ഇരിക്കുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സത്യത്തിൽ ഈ കാളയെ ശോധന കഴിച്ചല്ലോ മേടിക്കണ്ടേ? ഈ വിവരദോഷി പറയുകയാണ് കാളയെ മേടിച്ചേക്കുന്നു, അതിനെ പരിശോധിക്കാൻ പോവാന്ന്. നിലം മേടിച്ചേക്കും, അതിനെ മേടിക്കുന്നതിന് മുമ്പല്ലോ ഇതൊക്കെ ചെയ്യണ്ടേ? മനസ്സിലാകുന്നുണ്ടോ? ആത്മീയതയിൽ ഉദാസീനത കാണിച്ചാൽ പിന്നെ നമ്മൾ പറയുന്ന മൊത്തം വിവരക്കേടായിരിക്കും. സ്വതന്ത്രം. അവർ യോഗ്യരല്ലാതെ വന്നപ്പോൾ യജമാനൻ പറഞ്ഞു, കണ്ട വഴിത്തലയ്ക്കൽ കാണുന്നവരെയൊക്കെയും പോയി വിളിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ കയറിയ കൂട്ടത്തിൽ കയറിയതാണ് ഈ ഞാനും നിങ്ങളും എല്ലാവരും. സ്വതന്ത്രം. ആദ്യത്തെ യോഗ്യരായിരിക്കുന്ന യഹൂദന്മാർ, അവർ യോഗ്യരല്ലായിരുന്നപ്പോൾ വഴിത്തലയ്ക്കൽ കണ്ടവരായിരുന്നു നമ്മളെ, തോമയും ഭാർഗവനെയും ശാന്തയും ശ്യാമളയും എല്ലാം ഇതിനകത്ത് കയറി. സ്വതന്ത്രം പറഞ്ഞു. ഇങ്ങനൊരു മാർഗ്ഗം ഈ ലോകത്തിലുണ്ട്. ഈ സഭയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. നിങ്ങൾ SNDP ചെന്നോ, നിങ്ങൾ NSSകാരനല്ലേ, അങ്ങോട്ട് കയറ്റുകയല്ല, അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. KPMS ചെന്നോ, NSSകാരാണ്, അവിടെ കയറ്റുകയല്ല, അതെല്ലാം അവർക്കുള്ളതാ. പക്ഷെ എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയ ഒരിടമുണ്ട്, അത് ദൈവസഭയാണ്. സ്വതന്ത്രമില്ല. സ്വതന്ത്രം. അപ്പം ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് കയറുന്നതിനിടയ്ക്ക് ഒരു കാഴ്ചപ്പാട്. യജമാനൻ എല്ലാവരെയും നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനകത്ത് കല്യാണ വസ്ത്രമില്ലാതെ ഒരുത്തൻ കയറി ഇരിക്കുക. എനിക്കിന്നും പിടികിട്ടില്ല ഇവൻ അങ്ങനെ ഇതിനകത്ത് കയറിയെന്ന്. പിന്നെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കല്യാണ മണ്ഡപത്തിലെ ഉന്തും തെള്ളുവെന്ന് പറഞ്ഞ് യോഗത്തിനേക്കാൾ ഉന്തും തെള്ളുക. യോഗത്തിന് വന്നൊരു സ്വോത്രം പറയാത്ത അച്ഛൻ പന്തി കിടന്നുണ്ടാക്കുന്ന ബഹളം. യോഗത്തിന് വന്നാൽ മിണ്ടുകയല്ല, ചിക്കൻ ഇങ്ങോട്ട് വാ. സ്വോത്രമില്ല. കോട്ടേജ് മീറ്റിംഗ് ഉണ്ടോ ഇവിടെ? കുടുംബ പ്രാർത്ഥന വീടുകളിൽ ഇല്ലായിരിക്കാം. ഞങ്ങളവിടെയൊക്കെ ഉണ്ട് ഈ കോട്ടേജ് മീറ്റിംഗ് യോഗത്തിലൊന്നും മിണ്ടാതിരിക്കും, കൊക്കിരിക്കുന്നവരെ. ഈ പാലപ്പം കോഴിക്കറി ഇങ്ങോട്ട് വരുമ്പം ഈ പുള്ളി അങ്ങ് എഴുന്നേക്കും. രണ്ടപ്പം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. യോഗത്തിന് സ്വോത്രം പറയാത്തവനാ. സ്വോത്രമില്ല. എല്ലാവരും കൂടി ഇടിച്ചു കയറിയപ്പോൾ ആ വകുപ്പിൽ കയറി ഇതിനകത്ത് കയറിയതാ. ഞാൻ ദൂത് പറയുക, ഉപ്പാപ്പം പോയെന്നും പറഞ്ഞ് കയറി വന്ന് ഇതിനകത്ത് ഇരിക്കരുത്. നീ ഇതിനകത്ത് രക്ഷിക്കപ്പെടണം. സ്വോത്രം. അപ്പം ഈ നീ എങ്ങനെയാണ് ഇതിനകത്ത്? അത് എല്ലാവരും കൂടെ പോയപ്പോൾ ഞാനും ഭാര്യ പറഞ്ഞ് വെറുതെ വീട്ടിൽ ഇരിക്കണം, അച്ഛനോടെ പോരാൻ. അങ്ങനെ വന്നിരിക്കുക. എൻ്റെ പൊന്നച്ഛ, സ്നേഹത്തിന് സുവിശേഷത്തിനും പറയുക, ഈ സഭയെ വന്നിരിക്കുന്നെന്ന് പറയുന്ന ഒറ്റ കെയറോഫി സ്വർഗം കിട്ടുകയല്ല. കിട്ടണമെങ്കിൽ വിളിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരണം. വിളി എല്ലാവർക്കും ഉണ്ട്, തിരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഇല്ല. ഇന്ന് രാത്രി സഭയോട് ദൈവജനത്തോട് ഞാൻ പറയുന്നു, വിളിക്കപ്പെട്ട തസ്തികയ്ക്കകത്തു നിന്ന് ഈ രാത്രി ദൈവത്തോട് പറയണം, എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണം. അല്ലേ? പട്ടാളത്തിലേക്ക് ആൾക്കാരെ ചെല്ലുമ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ട്, എല്ലാവരും പറയണം, എല്ലാവരും പോകും. പക്ഷെ എല്ലാവരും തിരഞ്ഞെടുക്കുകയല്ല. വിളി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ചെല്ലാം. നീളം കുറഞ്ഞവനും പല്ലില്ലാത്തവനും എല്ലാം ചെല്ലാം. അവിടെ ചെല്ലുമ്പോഴാണ് പല്ലില്ലാത്തവനെ പറയും വിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിളി എല്ലാവർക്കും ഉണ്ട്, തെരഞ്ഞെടുപ്പ് എല്ലാവർക്കുമില്ല. ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം തരുകയാണ്. ആ ശേഷിപ്പിനെ വെളിപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങളാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം. ആയിരക്കണക്കിന് ആൾക്കാരോട് പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെടാതിരുന്നപ്പോൾ വചനം എഴുതിയിരിക്കുന്ന ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. കണ്ടോ? ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ലോത്തിന്റെ കാലത്തെ ന്യായവിധി. ആ പട്ടണത്തിൽ നിന്നകത്ത് രക്ഷപ്പെട്ടത് ലോത്തും തൻ്റെ മക്കളും മാത്രം. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. സഭ തിരിച്ചറിയണം. മെഗാ ചർച്ചകളും വലിയ കൺവെൻഷനുകളും വലിയ ക്രൂസേഡ് പ്രകമ്പനം കൊള്ളിക്കുന്ന ആരാധന കേന്ദ്രങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരങ്ങൾക്കകത്ത് പ്രകമ്പനം കൊള്ളിച്ച് വളർന്നു വരുമ്പോൾ തമ്പുരാൻ തിരയുന്നത് വിളിക്കപ്പെട്ടവരെയല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരെ. ഒരു ശേഷിപ്പ് ഇതിനകത്തു നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയെ കണ്ണുകളടച്ചു പറ, ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പായി ദൈവത്തിന് വേണ്ടി ഉയർത്തുവരാൻ ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുക. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദിവസം അടച്ചാട്ടെ. അങ്ങനെ ഈ കാലഘട്ടത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പിനെ ദൈവം തരുക.
ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ ദൈവസന്നിധിയിൽ.